നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. പ്രളയ ദുരന്തത്തിനിടെ ജനങ്ങളെ തിരിഞ്ഞു നോക്കാതെ വിരുന്നും ഹെലികോപ്റ്റർ യാത്രയും. മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ ഔചിത്യത്തെ ചൊല്ലിയുള്ള വിവാദം കത്തിപ്പടരുന്നതിനിടെയാണ് മറ്റൊരു ദുരന്ത പറച്ചിൽ കൂടി. താത്വിക അവലോകനത്തിൽ അഗ്രഗണ്യനായ മന്ത്രി സി.പി. ജോൺ പ്രിയദർശിനി ബസ്സിൽ കയറാൻ തിരക്ക് കൂട്ടുന്ന സ്ത്രീകളെക്കുറിച്ച് നടത്തിയ പരാമർശം വിവാദമായതോടെ പറഞ്ഞത് മോശമായി പോയെന്ന് ഒടുവിൽ മന്ത്രിക്ക് തന്നെ ബോധ്യമായി. ഇനി ശ്രദ്ധിക്കണം, ഒരു പാഠം പഠിച്ചു സി.പി. ജോണിന്റെ ഏറ്റുപറച്ചിൽ. പക്ഷെ ചോദ്യം ബാക്കിയാണ്. ജനങ്ങളുടെ ദുരിതം നേരിടേണ്ട സമയത്ത് അധികാരത്തിലുള്ളവരുടെ വാക്കും പ്രവൃത്തിയും ഇത്രയേറെ അശ്രദ്ധയോടെയാകുന്നത് എങ്ങനെ? പ്രളയകാലത്തെ ഹെലികോപ്റ്റർ യാത്രയും വിരുന്നും ഒരു വശത്ത്. എന്തിന് പറന്നെന്ന് വിശദീകരിച്ചത് നുണയല്ലെന്ന് ഇതുവരെ ബോധ്യപ്പെടുത്താൻ ആയിട്ടുമില്ല. സ്ത്രീകളെക്കുറിച്ചുള്ള വിവാദ പരാമർശം മറുവശത്ത്. സ്ത്രീകൾ സൗജന്യമായി ബസ്സിൽ കയറാൻ ഇടിച്ചു കയറുന്നു. അതേ സ്ത്രീകൾ വലിയ ഫീസ് കൊടുത്ത് മക്കളെ പഠിപ്പിക്കുന്നു. അതേ സ്ത്രീകൾ സർക്കാർ ആശുപത്രികളുടെ വരാന്തയിൽ ചികിത്സ കാത്തു കിടക്കുന്നു. സ്വകാര്യ ആശുപത്രിയിൽ പോകാൻ പണമില്ലാത്തവരും അതേ സ്ത്രീകൾ തന്നെ. അവരുടെ ജീവിതത്തിലെ ദുരിതം കാണാതെ അവരുടെ നിസ്സഹായതയെ പരിഹസിക്കുകയല്ലേ മന്ത്രി സി.പി. ജോൺ? ഒരു വശത്ത് ദുരന്തത്തിനിടെ അധികാരികളുടെ ഔചിത്യത്തെ ചൊല്ലിയുള്ള ചോദ്യം, മറുവശത്ത് സാധാരണക്കാരന്റെ ജീവിതത്തെക്കുറിച്ചുള്ള വിവാദ പരാമർശം. ദുരന്തകാലത്ത് അധികാരികൾക്ക് വേണ്ടത് ഹെലികോപ്റ്റർ അല്ല, ജനങ്ങളുടെ വേദന കാണാനുള്ള കണ്ണാണ്. താത്വിക അവലോകനമല്ല, ജനങ്ങളുടെ ജീവിതം മനസ്സിലാക്കാനുള്ള മനസ്സാണ്. പറഞ്ഞിട്ട് പിന്നീട് ശ്രദ്ധിക്കാം എന്ന് പറഞ്ഞാൽ തീരുന്നതാണോ? ദുരന്തമാകുന്നോ നമ്മുടെ മന്ത്രിമാർ? പ്രളയ ദുരന്തകാലത്ത് മന്ത്രിമാരുടെ വാക്കും പ്രവൃത്തിയും കേരളത്തിലെ ജനങ്ങളെ പരിഹസിക്കുന്നതിന് തുല്യമായി മാറുകയാണ്. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഒരു വശത്ത്, മറുവശത്ത് ഗതാഗത മന്ത്രി സി.പി. ജോൺ. കേരളത്തിൽ പൊതുഗതാഗതത്തെയും പൊതുവിദ്യാഭ്യാസത്തെയും പൊതുജനാരോഗ്യ മേഖലയെയും എങ്ങനെയാണ് കാണുന്നത് എന്ന് താത്വിക അവലോകനം നടത്തിയാണ് മന്ത്രി സി.പി. ജോൺ വിവാദത്തിലായത്. ഉദ്ദേശിച്ചത് അങ്ങനെയല്ലെന്ന് മന്ത്രി പിന്നീട് പറഞ്ഞെങ്കിലും സി.പി. ജോൺ പ്രിയദർശിനി ബസ്സിൽ ഇടിച്ചു കയറുന്ന സ്ത്രീകളെയും സ്വകാര്യ ആശുപത്രിയിൽ പോകാതെ സർക്കാർ ആശുപത്രിയുടെ വരാന്തയിൽ കിടക്കുന്നവരെന്നും പറഞ്ഞത് സന്ദർഭത്തിന് യോജിക്കാത്തതായി മാറുകയായിരുന്നു. സി.പി. ജോണിന്റെ വാക്കുകൾ ആദ്യം കേൾക്കാം. ഈ ബസ്സിന് കാശില്ലാത്ത സ്ത്രീ സ്വകാര്യ സ്കൂളിലേക്ക് കുട്ടികളെ വിടുകയാണ് അല്ലേ? ഗവൺമെന്റ് സ്കൂളിൽ സീറ്റ് ഒഴിഞ്ഞു കിടക്കുക. ഗവൺമെന്റ് സ്കൂളിലേക്ക് ഇപ്പോഴും കുട്ടികളെ വിടുന്നതിന് പകരം ഫീസ് കൊടുക്കേണ്ടാത്ത പ്രൈവറ്റിൽ പോലും വിടാതെ എവിടെ വിടുന്നത്? ഫീസ് കൊടുക്കേണ്ട സ്കൂളിലേക്ക് വിടുന്നു അല്ലേ? എന്നാൽ ആശുപത്രിയുടെ കാര്യം വരുമ്പോഴോ? ആശുപത്രിയുടെ കാര്യം വരുമ്പോൾ ഇതേ സ്ത്രീ തൻ്റെ അച്ഛനെയും ഭർത്താവിനെയും കൊണ്ട് വരാന്തയിൽ കിടക്കുകയാണ് ഗവൺമെന്റ് ആശുപത്രി അല്ലേ? ഈ മൂന്ന് കാര്യങ്ങൾ, പൊതുജനാരോഗ്യം, പൊതുഗതാഗതം, പൊതുവിദ്യാഭ്യാസം, ഈ മൂന്ന് കാര്യങ്ങളിൽ ഞാൻ ട്രേഡ് യൂണിയൻ ലീഡേഴ്സ് ഉള്ളതുകൊണ്ട് പറയുകയാണ്, കേരളത്തിലെ ജനങ്ങളുടെ ബിഹേവിയർ, അവരുടെ പെരുമാറ്റം എന്നെ അതിശയിപ്പിക്കുകയാണ്. ബസ് വന്നാൽ കാശ് കുറഞ്ഞ ട്രാൻസ്പോർട്ടിൽ തള്ളിക്കയറും. എന്നാൽ തൊട്ടപ്പുറത്ത് കുട്ടിയെ ചേർക്കുന്നത് ഫീസ് കൊടുക്കുന്ന സ്കൂളിലാണ്. അസുഖം വന്നാൽ പ്രൈവറ്റ് ആശുപത്രി പോകാൻ പേടിയാണ്, കാരണം അവിടെ കൊടുക്കാൻ പൈസയില്ല. പക്ഷേ പ്രിയദർശിനി വന്നപ്പോൾ നിങ്ങളുടെ ബസ് വിട്ട് മറ്റ് പ്രിയദർശിനി കാത്തു നിന്ന് തിരക്കി ആളുകൾ പോകുന്നതിൻ്റെ കാരണം നിങ്ങളോടുള്ള വിരോധം കൊണ്ടോ എന്നോടുള്ള സ്നേഹം കൊണ്ടോ അല്ല, മറിച്ച് നമ്മുടെ നാട്ടിലെ കുടുംബിനികൾക്ക് കയ്യിൽ കാശില്ലാത്തത് കൊണ്ടാണ് എന്ന യാഥാർത്ഥ്യമാണ് ഞങ്ങൾ പഠിക്കുന്നത്. ഈ പ്രസംഗം വിവാദമായതോടെ ഇനി ശ്രദ്ധിക്കാമെന്ന് പറഞ്ഞ് മന്ത്രി തടിയൂരുകയായിരുന്നു. അദ്ദേഹം പിന്നീട് പറഞ്ഞ വാചകങ്ങൾ ശ്രദ്ധിക്കും. സ്ത്രീകളെ അധിക്ഷേപിക്കുന്നതാണ് എന്ന് പറഞ്ഞത് പറയാനുള്ളവരുടെ സ്വാതന്ത്ര്യത്തെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അവരോടൊപ്പം നിൽക്കുന്ന ഒരാളാണ് എന്ന് നിങ്ങൾക്കറിയാമോ ഇല്ലയോ എന്നുള്ളത് എൻ്റെ പ്രശ്നമല്ല. അങ്ങനെയാണ്. ഇനിയും അതിൻ്റെ കൂടെ തന്നെയാണുള്ളത്. പ്രിയദർശിനിയുടെ വമ്പിച്ച വിജയം, ആ വമ്പിച്ച വിജയവുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. അതിനെ ഞാൻ വളച്ചൊടിച്ചെന്നോ എന്താ പറയുക പൊട്ടിച്ചെന്നോ ഒന്നും ഞാൻ ആക്ഷേപിക്കാനില്ല. തള്ളിക്കള്ളെന്നുള്ള വാക്കിനി ഇനി ഉപയോഗിക്കാതിരിക്കാം. അല്ല, ഞാനിതിൽ പഠിച്ചൊരു കാര്യം, എല്ലാ ദിവസവും ഒരു ലേണിംഗ് ഡേ ആണല്ലോ. പ്രസംഗിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ഇതാണ് സി.പി. ജോണിന്റെ സ്ത്രീകളെ അവഹേളിച്ചു എന്ന രീതിയിലുള്ള വിവാദ പ്രസംഗവും അതിന് അദ്ദേഹം നൽകിയ വിശദീകരണവും.
മറ്റൊരു കാര്യം, പ്രളയ ദുരിതത്തിനിടെ ഹെലികോപ്റ്റർ യാത്രയും വിരുന്നും. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ ന്യായീകരണം ദുർബലമാകുന്നത് എങ്ങനെയാണ് എന്നുള്ള ചോദ്യവും ഇതോടൊപ്പം ഇപ്പോഴും ഉയരുന്നുണ്ട്. പ്രളയം പോലൊരു ദുരന്തകാലത്ത് ഒരു ഭരണാധികാരിയുടെ ഓരോ തീരുമാനവും സാധാരണ സമയത്തേക്കാൾ വലിയ രാഷ്ട്രീയ സന്ദേശമാണ് നൽകുന്നത്. അവിടെ ചോദ്യം ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്തോ എന്നത് മാത്രമാകില്ല. എന്തിനായിരുന്നു ആ യാത്ര അനിവാര്യമായിരുന്നു? ജനങ്ങൾ ദുരിതത്തിലായിരുന്നപ്പോൾ അധികാരത്തിന്റെ മുൻഗണനകൾ എന്തായിരുന്നു? അതിനൊപ്പം ഉയരുന്ന മറ്റൊരു ചോദ്യം വിരുന്നാണ്. സംസ്ഥാനം ദുരന്തത്തെ നേരിടുമ്പോൾ, ജനങ്ങൾ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുമ്പോൾ അധികാരത്തിന്റെ ഭാഗമായവർക്ക് വിരുന്നൊരുക്കുന്നത് രാഷ്ട്രീയമായി എങ്ങനെയാണ് വിശദീകരിക്കുക? വി ഡി സതീശൻ ഇതേക്കുറിച്ച് നൽകിയ വിശദീകരണം കേൾക്കാം. ഭക്ഷണം കഴിക്കുന്നത് ഫോട്ടോ എടുത്ത് പുറത്തു കൊടുത്തതിന് നിങ്ങൾ എന്ത് ഔചിത്യമാണ് നിങ്ങളുടെ ചോദ്യത്തിൽ? അല്ലത് ഭക്ഷണം കഴിച്ചു തെറ്റുപറ്റിപ്പോയി, ഇനി മുതൽ ഭക്ഷണം കഴിക്കാതിരിക്കും. എന്തൊരു മര്യാദകേടാണ്! എത്ര ഹീനമായിട്ടുള്ള പ്രചരണമാണ്. ഒരു സ്ഥലത്ത് ഭക്ഷണം കഴിക്കുന്നത്, ഒരു സ്ഥലത്ത് വെള്ളം എടുക്കുന്നത്. അല്ല, ഒരു ചോദ്യത്തിന് മറുപടി പറ. അല്ല, ഇതിനൊന്നും മറുപടി പറ. എന്ത് ഔചിത്യക്കുറവാണ് ഭക്ഷണം കഴിച്ചതിന്? വി ഡി സതീശന്റെ മറുപടി ഇതാണ്: മുഖ്യമന്ത്രിക്ക് ഭക്ഷണം കഴിക്കാൻ പോലും അനുവാദമില്ലേ? തീർച്ചയായും ഭക്ഷണം കഴിക്കണം. പക്ഷേ രാഷ്ട്രീയ ചോദ്യം അതല്ല. ദുരന്തകാലത്ത് അധികാരത്തിന്റെ പെരുമാറ്റത്തിന് ഒരു പരിധിയുണ്ടോ എന്നതാണ് ചോദ്യം. ഹെലികോപ്റ്റർ യാത്ര അനിവാര്യമായിരുന്നു. സതീശന്റെ ഭാഗത്ത് നിന്ന് ഉയരുന്ന പ്രധാന വാദം യാത്രയ്ക്ക് സാഹചര്യപരമായ ആവശ്യകത ഉണ്ടായിരുന്നു എന്നാണ്. ഞാൻ ഒരു സ്ഥലത്തും ഹെലികോപ്റ്റർ എടുത്ത് പഴയ മുഖ്യമന്ത്രി യാത്ര ചെയ്യുന്നതിനെ കുറിച്ച് ഞാൻ പരാതി പറഞ്ഞിട്ടില്ല. ഞാൻ ഹെലികോപ്റ്റർ ഉപയോഗിച്ചതിൽ ഒരു രൂപ പോലും സർക്കാരിന് നഷ്ടം ഉണ്ടായിട്ടില്ല. ഒരു രൂപ പോലും സർക്കാരിന് അധിക ചിലവുണ്ടായിട്ടില്ല. കാരണം കഴിഞ്ഞ ഗവൺമെൻറ് അടുത്ത സെപ്റ്റംബർ 19 വരെ ഈ ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുത്തിട്ടിരിക്കുകയാണ്. നിങ്ങൾ വ്യാപകമായി പ്രചരിപ്പിച്ചു സോഷ്യൽ മീഡിയയിൽ കൂടി CPM നേതാക്കൾ. ഞാൻ ഹെലികോപ്റ്റർ എടുത്തിട്ട് സ്വകാര്യ യാത്രയ്ക്കാണ് പോയതെന്ന് പറഞ്ഞു. ഞാൻ പോയത് നിങ്ങളോട് പറഞ്ഞുതരാം. ഞാൻ പോയത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്രൂപ്പ് കൊച്ചിയിലുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അവർ രാത്രി ഡിന്നർ മീറ്റിങ്ങിന് കാണാമെന്നാണ് പറഞ്ഞത്. അവർ തമിഴ്നാട് മുഖ്യമന്ത്രിയായിട്ട് കണ്ടതിന് ശേഷമാണ് കൊച്ചിയിൽ വന്നത്. ഞാൻ വന്ദേ ഭാരതിന് ബുക്ക് ചെയ്തിരുന്നു പോകാൻ. രാത്രി അവിടെ എത്തി അവരോട് സംസാരിക്കാൻ. അപ്പോൾ അവർക്ക് അത്യാവശ്യമായി സൺഡേക്ക് ഡൽഹിയിലേക്ക് തിരിച്ചു പോകണം എന്ന് പറഞ്ഞു. അവരെ അറിയിച്ച്, അപ്പോൾ അതിനു മുമ്പ് അവരെ കാണണം. കാരണം തമിഴ്നാട് കൂടി അതിൽ ശ്രമിക്കുകയാണ് ആ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട്. അവരെ തമിഴ്നാട് മുഖ്യമന്ത്രി കണ്ടിട്ടും ഞാൻ കാണാതെ പോയാൽ അതൊരു ബുദ്ധിമുട്ടാവുന്നത്, പിന്നീട് ഒരു ആക്ഷേപവും. അതുകൊണ്ടാണ് ഹെലികോപ്റ്റർ. പക്ഷേ ഇപ്പോഴും ചില ചോദ്യങ്ങൾ ബാക്കിയാണ്. യാത്രയുടെ കൃത്യമായ ഔദ്യോഗിക ആവശ്യകത എന്തായിരുന്നു? ഭാര്യാപിതാവിനെ കാണാൻ പോയെന്നത് ആരോപണം മാത്രമല്ല. ആരാണ് നിക്ഷേപകർ? വെളിപ്പെടുത്തിയാൽ നിക്ഷേപം മുടങ്ങുന്നത് എങ്ങനെയാണ്? മുഖ്യമന്ത്രിയെ വിളിച്ചു വരുത്തി കാണുന്ന നിക്ഷേപകരുണ്ടോ? ഇവയ്ക്കൊന്നും വ്യക്തമായ മറുപടി ഇല്ലെങ്കിൽ വിമർശനം സ്വാഭാവികമാണ്. കാരണം ജനങ്ങൾ ചോദിക്കുന്നത് നിങ്ങൾ യാത്ര ചെയ്തോ എന്നല്ല, ആ യാത്രയ്ക്ക് അടിയന്തര സാഹചര്യം ഉണ്ടായിരുന്നോ എന്നാണ്. വിശദീകരിക്കുമ്പോൾ സത്യമല്ലെന്ന് തോന്നലുണ്ടാകുന്നുണ്ട്. ഭക്ഷണം കഴിച്ചതല്ല പ്രശ്നം. ഇവിടെയാണ് സതീശന്റെ പ്രതിരോധം കൂടുതൽ രാഷ്ട്രീയമായി ശ്രദ്ധേയമാകുന്നത്. മുഖ്യമന്ത്രിക്ക് ഭക്ഷണം കഴിക്കാൻ പോലും അനുവാദമില്ലേ? ഇത് കേൾക്കുമ്പോൾ ചോദ്യം തെറ്റിപ്പോകാനും സാധ്യതയുണ്ട്. മുഖ്യമന്ത്രിക്ക് ഭക്ഷണം കഴിക്കാം, മന്ത്രിമാർക്കും കഴിക്കാം, ജനപ്രതിനിധികൾക്കും ഭക്ഷണം കഴിക്കാം. പക്ഷേ ദുരന്തകാലത്തെ വിരുന്ന് എന്ന രാഷ്ട്രീയ പ്രതീകത്തെയാണ് ചോദ്യം ചെയ്യുന്നത്. ദുരന്തം നടക്കുമ്പോൾ സർക്കാർ സംവിധാനത്തിന്റെ മുഴുവൻ ശ്രദ്ധയും രക്ഷാപ്രവർത്തനത്തിലായിരിക്കണം. എന്തിനാണ് അതിനെ ന്യായീകരിക്കാൻ ഇത്രയും രാഷ്ട്രീയ പ്രതിരോധം മുഖ്യമന്ത്രി തീർക്കുന്നത്? മുൻ മുഖ്യമന്ത്രിയുടെ കാലത്തും ഇതൊക്കെ ഉണ്ടായിരുന്നില്ലേ? സതീശന്റെ മറ്റൊരു ചോദ്യമാണ്. മുൻ മുഖ്യമന്ത്രി പ്രളയത്തിനിടെ നിരാഹാരം ഇരിക്കുകയായിരുന്നു. ഇതാണ് രാഷ്ട്രീയമായി ഏറ്റവും ദുർബലമായ പ്രതിരോധമെന്ന് പറയേണ്ടി വരും. കാരണം മുൻ സർക്കാർ എന്ത് ചെയ്തു എന്നത് ഇന്നത്തെ തീരുമാനത്തിന് സ്വയം ന്യായീകരണമാകുന്നില്ല. അതിനാൽ ഈ വിവാദത്തെ വെറും സതീശനെതിരെ രാഷ്ട്രീയമായി ഉയർത്തിയ ആരോപണം എന്ന് തള്ളിക്കളയുന്നത് ശരിയല്ല. അതേസമയം ഹെലികോപ്റ്റർ യാത്ര ചെയ്തു എന്നതുകൊണ്ട് അത് അഴിമതിയോ അധികാര ദുർവിനിയോഗമോ തെളിഞ്ഞുവെന്ന് പറയാൻ കഴിയില്ല. അതിനാൽ വിലയിരുത്തലുകൾ വസ്തുതകളുടെ അടിസ്ഥാനത്തിലാകണം. രാഷ്ട്രീയ പിഴവ് സംഭവിച്ചിട്ടുണ്ട്, മറ്റുള്ളവർ അങ്ങനെ ചെയ്തില്ലേ എന്ന മറുപടി മതിയാകില്ല. ഞാൻ ചെയ്തത് എന്തുകൊണ്ട് ശരിയായിരുന്നു എന്നതാണ് പറയേണ്ടത്. രാഷ്ട്രീയത്തിൽ പ്രതിരോധത്തിന്റെ ഏറ്റവും ദുർബലമായ രൂപമാണ് മറ്റൊരാളുടെ പഴയ തെറ്റ് ചൂണ്ടിക്കാട്ടി സ്വന്തം തീരുമാനത്തെ ന്യായീകരിക്കുന്നത്. അതുകൊണ്ട് ഈ വിവാദത്തിൽ വി ഡി സതീശന് പറയാനുള്ളത് ഇനിയും ബാക്കിയുണ്ട്. ഹെലികോപ്റ്റർ യാത്രയ്ക്ക് കൃത്യമായ വിശദീകരണം വേണം, വിരുന്നിന് കൃത്യമായ വിശദീകരണം വേണം. ആ 2 ദിവസം ഇത്രയേറെ സ്വകാര്യ പരിപാടികളിൽ പങ്കെടുത്തത് എന്തിനെന്ന് പറയണം. ദുരന്തകാലത്തെ മുൻഗണനകൾ എന്തായിരുന്നുവെന്ന് വ്യക്തമാക്കണം. കാരണം ദുരന്തത്തിന്റെ സമയത്ത് ജനങ്ങൾ സർക്കാരിനെ നോക്കുന്നത് പ്രസംഗത്തിലൂടെയല്ല, പെരുമാറ്റത്തിലൂടെയാണ്. ഇതാണ് സതീശൻ മറുപടി പറയേണ്ട യഥാർത്ഥ ചോദ്യം. ഇപ്പോൾ അതിന് പിന്നാലെ CP ജോണിന്റെ വിവാദ പരാമർശവും.
സർക്കാരിലെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ദുരന്ത നായകന്മാരായി മാറുകയാണോ? ശ്രീ ശ്രീജിത് പണിക്കർ, ശ്രീ റെജിനസ് ഉണ്ണിത്താൻ, ശ്രീ എം കെ ഹരിദാസ് എന്നിവർ ചേരുകയാണ്. ശ്രീജിത് പണിക്കർ, ഇപ്പോൾ വി ഡി സതീശന് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ വിശദീകരണത്തിലൂടെ എതിരെ ഉയർന്ന വിമർശനങ്ങൾക്ക് കൃത്യമായ മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ല. ചോദ്യങ്ങൾ നിരവധി, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ബാക്കി കിടക്കുകയാണ്. ഇപ്പോൾ CP ജോൺ വിവാദമാണ്. അദ്ദേഹത്തിനും തെറ്റ് പറ്റിയിട്ടുണ്ടോ അദ്ദേഹത്തിന്റെ വാക്കിൽ? ശ്രീ മഞ്ജുഷ്, തീർച്ചയായിട്ടും ശ്രീ CP ജോൺ ഇതുമായി ബന്ധപ്പെട്ട് പിന്നീട് ഒരു വിശദീകരണമൊക്കെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്ന ചില കാര്യങ്ങളെ അദ്ദേഹം അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ ചില കാര്യങ്ങളിൽ ഒരു അഡീഷണൽ ആയിട്ടുള്ള വിശദീകരണം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ശ്രമിക്കുന്നത് എന്നുള്ളത് നമ്മൾ കാണുകയും ചെയ്തതാണ്. ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്? അദ്ദേഹം പറയുന്നത് ചില കാര്യങ്ങളുടെ ആനുകൂല്യങ്ങൾ ഇവിടെ സ്ത്രീകൾ നേടുന്നുണ്ട് എന്നാണ്. എന്നാൽ ചില കാര്യങ്ങളിൽ ആനുകൂല്യം കൊടുത്താലും അത് നേടുന്നില്ല എന്നുള്ളതാണ്. അതിനാണ് അദ്ദേഹം ഈ 3 പൊതു കോമൺ ആയിട്ട് വരുന്ന, പൊതു എന്നുള്ള ഒരു വാക്ക് കോമൺ ആയിട്ട് വരുന്ന 3 ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളെ, സർവീസസുകളെ അദ്ദേഹം പറഞ്ഞത്. അതിൽ പൊതുവിദ്യാഭ്യാസം, പൊതു ആരോഗ്യമുണ്ട്, പിന്നെ പൊതുഗതാഗതവുമുണ്ട്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്നത് ഈ പൊതുഗതാഗതത്തിനുള്ള ഫ്രീബീസും പൊതു ആരോഗ്യവുമായി ബന്ധപ്പെട്ട ഫ്രീബീസും എടുക്കുന്ന ആൾക്കാർ അതേപോലെ പൊതുവിദ്യാഭ്യാസത്തിനെ കാണുന്നില്ല എന്നാണ്. അപ്പോൾ അത് നമ്മളൊരു പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ ശരിയായിരിക്കാം അദ്ദേഹത്തിൻ്റെ ഒബ്സർവേഷനൊക്കെ, എനിക്കറിയില്ല. പക്ഷേ അത് അദ്ദേഹത്തിനെ ഞെട്ടിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് അദ്ദേഹത്തിനെ അതിശയപ്പെടുത്തുന്നുണ്ട്. എന്തിനാണ് അത് അദ്ദേഹത്തിനെ അതിശയപ്പെടുത്തുന്നത് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം ആ പാറ്റേൺ നോക്കിയാൽ മതി. അതായത് ആരോഗ്യം എന്ന് പറയുന്നതുമായി ബന്ധപ്പെട്ട് അവർ പറയുന്നത് ഒരാളിൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യം, അവരുടെ ഭർത്താവിൻ്റെ കാര്യം, അവരുടെ അച്ഛൻ്റെ കാര്യം, ഈ കാര്യങ്ങളാണ് അതിൽ റിസ്ക് ചെയ്തിട്ട് അവർ ഈ ആശുപത്രിയിൽ പോയി വരാന്തയിൽ കിടക്കുന്നു എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ ഭാവി തലമുറയെക്കുറിച്ചുള്ള, അവരുടെ നെക്സ്റ്റ് ജനറേഷനെ കുറിച്ചുള്ള കാര്യമല്ല പറയുന്നത്. മറിച്ച് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അവരുടെ നെക്സ്റ്റ് ജനറേഷനാണ്. തങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ ബുദ്ധിമുട്ട് തൻ്റെ അടുത്ത തലമുറയ്ക്ക് ഉണ്ടാകരുത്. തൻ്റെ കുട്ടി നല്ല വിദ്യാഭ്യാസം നേടണം. തനിക്കൊരു പക്ഷേ സാമ്പത്തിക അവസ്ഥ മോശമായിരിക്കുന്നത് നല്ല വിദ്യാഭ്യാസം കിട്ടാത്തത് കൊണ്ടായിരിക്കാം, അതുകൊണ്ടായിരിക്കാം നല്ല അവസരം കിട്ടാത്തത് എന്നായിരിക്കും ഒരു പക്ഷേ സ്വാഭാവികമായിട്ട് നമ്മുടെ നാട്ടിലുള്ള എല്ലാ അമ്മമാരും ചിന്തിക്കുന്നത്. അതുകൊണ്ട് അവരെന്ത് ചെയ്യും? അവർ സ്വയം അങ്ങ് ഒതുങ്ങും. അതുകൊണ്ട് അവർ പണം കൊടുത്ത് ബസ് യാത്ര ചെയ്യുന്നതിന് പകരം ഒരു സൗജന്യ യാത്രയുടെ ഒരു അവകാശം കിട്ടിക്കഴിഞ്ഞാൽ ആൾക്കാർ അത് ഉപയോഗിക്കും. അവരവരുടെ സ്വന്തം കാര്യത്തിൽ അല്ലെങ്കിൽ അവരുടെ തലമുറയിലുള്ള ആൾക്കാരുടെ ആരോഗ്യ കാര്യത്തിൽ അവർ ചിലപ്പോൾ റിസ്ക് എടുത്തേക്കും. പക്ഷേ ഭാവി സേഫ് ആക്കുന്നതിന് വേണ്ടി വിദ്യാർത്ഥികൾക്ക്, അവരുടെ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്നതിന് വേണ്ടി പണം അടച്ചിട്ട് കൊടുക്കേണ്ടുന്ന സ്ഥലത്താണെങ്കിലും അവർ വിടും. അതെല്ലാവരും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, പണ്ട് നാട്ടിൽ എൻ്റെ വീട്ടിൽ അവിടെ ഈ പഴയ വസ്തുക്കളൊക്കെ, പ്രത്യേകിച്ച് നമ്മൾ ഈ ആക്രി സാധനങ്ങൾ ഇതൊക്കെ എടുക്കുന്നതിന് വേണ്ടിയിട്ട്, പഴയ ബോട്ടിലെ പേപ്പറൊക്കെ എടുക്കുന്നതിന് വേണ്ടിയിട്ട് വരുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവരുടെ കുട്ടി ഈ ആക്രി പറക്കുന്നതിന് വേണ്ടിയിട്ട് നടക്കുകയായിരുന്നില്ല. അവർക്കറിയാം അവരുടെ ജീവിതം എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ജോലി അവർക്ക് ചെയ്യേണ്ടി വരുന്നത്. വലിയ സന്തോഷത്തോടു കൂടി ചെയ്യുന്ന ഒരു ജോലി ആയിരുന്നില്ല. മറിച്ച് അവരുടെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്നതിന് വേണ്ടി അവർ ശ്രദ്ധിച്ചിരുന്നു. അവർ നമ്മുടെ വീട്ടിൽ വരുന്ന സമയത്ത് പറയുന്നത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്, മക്കൾ ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിക്കുന്നത് എന്ന് പറയുമായിരുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അവർക്ക് നല്ല സ്വപ്നങ്ങൾ ഉണ്ട് കുട്ടികളെക്കുറിച്ച്, ഭാവിയെക്കുറിച്ച്. അത് ആൾക്കാർ ചെയ്യുന്നത് എന്തിനാണ് മന്ത്രിയെ അതിശയിപ്പിക്കുന്നത് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. അത് അതിശയിക്കേണ്ടുന്ന ഒരു കാര്യമല്ല. അങ്ങനെയുള്ള ഒരു ബിഹേവിയറൽ പാറ്റേൺ എന്ന് പറയുന്നതിനെ എങ്ങനെ കമ്പയർ ചെയ്തിട്ട് അതിൽ എന്തെങ്കിലും രീതിയിലത്തേക്കുള്ള ഒരു പ്രശ്നമുണ്ട് എന്ന് പറയേണ്ടതുമില്ല. പക്ഷെ അദ്ദേഹം ഇത് പറഞ്ഞു വന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അതായത് ആൾക്കാർക്ക് ഈ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്ന് അദ്ദേഹം മനസ്സിലാക്കിയിട്ട് അദ്ദേഹം പറയുന്നത് ആൾക്കാരുടെ കയ്യിൽ, നമ്മുടെ നാട്ടിലെ സ്ത്രീകളുടെ കയ്യിൽ പണമില്ല. അപ്പോൾ ആ പ്രശ്നം സോൾവ് ചെയ്യുന്നതിന് ഈ ഒരു പദ്ധതി, പ്രിയദർശിനി പദ്ധതി സഹായിച്ചിട്ടുണ്ട് എന്നൊരു തിരിച്ചറിവ്, ഒരു ലേണിംഗ് അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു. സത്യത്തിൽ പണമില്ലാത്തവർക്ക് സൗജന്യം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നോ ഈ പ്രിയദർശിനി പദ്ധതി? പണമില്ലാത്ത സ്ത്രീകൾക്ക് സൗജന്യം കൊടുക്കുക എന്നുള്ള ഉദ്ദേശമായിരുന്നു, അവർക്കൊരു ആനുകൂല്യമായിരുന്നു ഉദ്ദേശിക്കുന്നത് എങ്കിൽ ഈ പദ്ധതി ആൾക്കാരുടെ എക്കണോമിക് ബേസിസിന്റെ അടിസ്ഥാനത്തിലായിരുന്നു കൊടുക്കേണ്ടിയിരുന്നത്. പക്ഷെ അങ്ങനെയല്ല കൊടുക്കുന്നത്. സർക്കാർ പോലും അത് കൊടുക്കുന്നത്, നിങ്ങൾ സ്ത്രീയാണോ, നിങ്ങൾ ജെൻഡർ എന്ന് പറയുന്നത് സ്ത്രീ എന്നാണ്, ഫീമെയിൽ എന്നാണ് എങ്കിൽ നിങ്ങൾ ഏത് പ്രായത്തിലുള്ള ആൾക്കാരാണെങ്കിലും നിങ്ങൾക്ക് സൗജന്യമാണ്. അപ്പോൾ പിന്നെ നിങ്ങൾ ഈ പദ്ധതി കൊടുക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലേണിംഗ് എന്ന് പറയുന്നത് ആൾക്കാരുടെ കയ്യിൽ പണമില്ലാത്തത് കൊണ്ട് അവർക്കത് ഉപയോഗപ്പെടുന്നു എന്നുള്ളതാണോ? നിങ്ങളുടെ വീട്ടിൽ ആഡംബര കാറുണ്ട്, പക്ഷെ നിങ്ങളൊരു വനിതയാണ്. നിങ്ങൾക്ക് പണം കൊടുത്തിട്ട് ഏറ്റവും ലക്ഷറി ആയിട്ടുള്ള AC ബസ്സിൽ വേണമെങ്കിൽ യാത്ര ചെയ്യാം, പക്ഷേ നിങ്ങളൊരു വനിതയാണ്. അങ്ങനെയുള്ള ആൾക്കാർക്കെല്ലാം അവരുടെ ഫൈനാൻഷ്യൽ സ്റ്റാറ്റസിനെ പരിഗണിക്കാതെ സൗജന്യം കൊടുത്തതിന് ശേഷം പിന്നീട് ഇങ്ങനെ പറയുന്നതിൽ എന്തെങ്കിലും തരത്തിലുള്ള ന്യായമുണ്ടോ? ഇനി അതങ്ങനെ എല്ലാവർക്കും കൊടുക്കുന്നതിന് പോലും ഒരു മാധ്യമപ്രവർത്തകൻ ചോദിക്കുന്ന സമയത്ത് ശ്രീ CP ജോൺ പറയുന്ന മറുപടി എന്ന് പറയുന്നത്, ഞാൻ പാവപ്പെട്ടയാളാണ് എന്ന രീതിയിലത്തേക്ക് ഒരു സ്ത്രീ അങ്ങനെ പറയേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത് എന്നാണ് പറയുന്നത്.
അത് ശരിയാണ്. ഒരു കാർഡ് കിട്ടുന്നു, അപ്പോൾ അവർ ഫൈനാൻഷ്യൽ സ്റ്റാറ്റസ് ഒരുപക്ഷെ മോശമാണ് അല്ലെങ്കിൽ താഴ്ന്നതാണ് എന്ന രീതിയിലത്തേക്കുള്ള ഒരു മാർക്കിംഗ് ഉള്ളവർക്കായിരിക്കും ചിലപ്പോൾ ആ ഒരു സൗജന്യ യാത്രയ്ക്കുള്ള കാർഡ് കൊടുക്കുന്നത്. അപ്പോൾ അവർ ആ കാർഡ് ഓരോ തവണയും പ്രസന്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവരത് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അതൊരു ഡിക്ലറേഷനാണ്. അവർ പറയുകയാണ് അതാ എനിക്ക് സാമ്പത്തിക അവസ്ഥ എൻ്റേത് മോശമാണ് എന്ന് പറയുകയാണ്. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് നമ്മുടെ നാട്ടിലെ സ്ത്രീകൾക്ക് ഉണ്ടാകരുത് എന്ന് അദ്ദേഹം അതേ മന്ത്രി തന്നെ ഇപ്പോൾ ഇവർ ദരിദ്രരാണ് എന്നുള്ള കാര്യം മൈക്കിലൂടെ വിളിച്ചു പറയുകയാണ്. അല്ല മഞ്ജുഷ്, അതിൽ വേറൊരു പ്രശ്നമുണ്ട്. അതായത് ഇത് ഒരു ബുദ്ധിമുട്ടാണ്, അത് ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല, അതൊരു എൻ്റെ ഫൈനാൻഷ്യൽ സ്റ്റാറ്റസിന്റെ ഡിക്ലറേഷൻ ആണ് എന്ന് പറയുന്ന മന്ത്രി നമ്മുടെ നാട്ടിൽ ഈ ബിലോ പോവർട്ടി ലൈൻ എന്ന് പറഞ്ഞൊരു സംഭവം ഉള്ളതിനെ പറ്റി അറിയില്ലേ? ഏതൊക്കെ സർവീസുകൾക്കാണ് നിങ്ങൾ BPL ആണ് എങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാർഡും രേഖകളും പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സർക്കാർ അവർക്ക് ആനുകൂല്യം കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ഓരോ തവണയും ഇവിടെ നമ്മുടെ റേഷൻ കാർഡ് തന്നെ നോക്കിയാൽ മതി ഏതൊക്കെ തരത്തിലാണ് ഉള്ളത്. അപ്പോൾ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓരോ തവണയും അത് അവരുടെ ഡിക്ലറേഷൻ അല്ലേ? എൻ്റെ സാമ്പത്തിക അവസ്ഥ എന്ന് പറയുന്നത് മോശമാണ് എന്നുള്ളൊരു ഡിക്ലറേഷൻ അല്ലേ? ഈ റേഷൻ കാർഡ് ആർക്കാണ് ഇഷ്യൂ ചെയ്യുന്നത്? വീട്ടിലെ സ്ത്രീയുടെ പേരിലല്ലേ കൊടുക്കുന്നത്? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ പദ്ധതിയും തെറ്റാണ്. അപ്പോൾ എല്ലാവർക്കും ഒരേപോലെ തന്നെ നമുക്ക് കൊടുക്കാം, അതിൽ ഫൈനാൻഷ്യൽ സ്റ്റാറ്റസ് നോക്കണ്ട എന്ന് കരുതുമോ? അതൊക്കെ വെറും മുട്ടായി ന്യായം മാത്രമാണ്. അദ്ദേഹം എന്തോ പറഞ്ഞു പോയത് തെറ്റാണ് എന്ന് വിമർശനമുണ്ടായ സമയത്ത് അദ്ദേഹത്തിന് അതുമായി ബന്ധപ്പെട്ട ബോധമുണ്ട്. അതുകൊണ്ടാണ് അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ചില പദപ്രയോഗങ്ങൾ, അതായത് ബസ്സിലേക്ക് സ്ത്രീകൾ തള്ളിക്കയറുന്നു തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ ഞാനിപ്പോൾ എന്നെ സ്വയം ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് അതൊക്കെ ഒഴിവാക്കാമായിരുന്ന പ്രസ്താവനകളാണ് എന്നൊക്കെ അദ്ദേഹം പറയുന്നത്. ഈ പൊതുജനാരോഗ്യ മേഖലയെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം സ്വകാര്യ ആശുപത്രിയിലേക്ക് പോകണം എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. സർക്കാർ ആശുപത്രിയിൽ പോയാൽ വരാന്തയിൽ കിടക്കേണ്ടി വരുമെന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിന്റെ സംസാരം. എക്സാക്ട്ലി, അത് ശരിയായിട്ടുള്ള ഒരു കാര്യമാണോ? എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട് നമ്മുടെ പൊതുജനാരോഗ്യ മേഖല ഇമ്പ്രൂവ് ചെയ്യേണ്ടതുണ്ട്. ശരിയാണ്, ഇമ്പ്രൂവ് ചെയ്യേണ്ടതുണ്ട്, അതൊക്കെ നമുക്കറിയാം. പക്ഷേ ഈ ഒരു പ്രശ്നം, അതായത് സർക്കാർ ഇപ്പോൾ എന്ത് ചെയ്യും? ഇപ്പോൾ ആൾക്കാർ വരാന്തയിൽ കിടക്കുന്നതിന്റെ പൂർണ്ണമായിട്ടുള്ള രാഷ്ട്രീയ ഉത്തരവാദിത്വം നിലവിൽ UDF ഏറ്റെടുക്കില്ല. നമുക്കറിയാം, അത് സിസ്റ്റം 10 വർഷമായിട്ട് ഞങ്ങളുടെ കയ്യിലായിരുന്നില്ല, അതിന്റെ തുടർച്ചയാണ് എന്നൊക്കെ ഇവർ പറയും. പക്ഷെ അങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ സിസ്റ്റം എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ അവിടെയുണ്ട്, അല്ലെങ്കിൽ അവരുടെ ഉള്ളിലുള്ള ഒരു ബോധം അവിടെയുണ്ട്. ഇനി അതിനും അപ്പുറത്തേക്ക് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, അത് ഈ എന്തുകൊണ്ടാണ് ഈ പ്രൈവറ്റ് ആശുപത്രികളിലേക്ക് പോകാത്തത് എന്നുള്ളതിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. അതിനെപ്പറ്റി ഭയമാണ് എന്ന രീതിയിലത്തേക്ക് പറയുന്നുണ്ട്. എന്നാൽ ആ ഒരു കംഫർട്ട് നമുക്ക് ഈ പ്രൈവറ്റ് ആശുപത്രിയുടെ ഭയമാണ്, ഇവിടെ വലിയ പണം വാങ്ങും എന്ന രീതിയിലത്തേക്കുള്ള ഒരു ചിന്തയുണ്ട് എങ്കിൽ ഈ ചികിത്സ നല്ലതാണ് ഇവിടെ എന്ന ഒരു കംഫർട്ടിന്റെ അടിസ്ഥാനത്തിലാണോ ആൾക്കാർ സർക്കാർ ആശുപത്രിയിൽ പോകുന്നത്? ഈ കഴിഞ്ഞ 5 വർഷം പ്രത്യേകിച്ച് ഭരിച്ചിരുന്ന സമയത്ത്, വീണ ജോർജ് മന്ത്രിയായിരുന്ന സമയത്ത് നമ്മുടെ നാട്ടിലെ സർക്കാർ ആശുപത്രികളുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പുഴുക്കുത്തലുകൾ ഉണ്ട് എന്നുള്ളത് അവസാനം ആ സിസ്റ്റം തന്നെ സംസാരിക്കാൻ തുടങ്ങിയില്ലേ? ഹാരിസ് ചിറക്കലിനെ പോലുള്ള ഡോക്ടർമാരെ നമ്മൾ കണ്ടതല്ലേ? അപ്പോൾ ഈ സിസ്റ്റം തന്നെ പറയുന്നുണ്ട്, ഇവിടെ വരുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ സൗജന്യം എന്നൊക്കെ പറയുന്ന കാര്യം സൗജന്യമല്ല എന്ന് പറയുന്നുണ്ട്. അതായത് ഒരു സർജറി ഉണ്ടെങ്കിൽ അതിന് തുന്നണ്ട നൂല് വേണമെങ്കിലും അവിടെ ആൾക്കാർ കൊടുക്കണം, അതിന് പഞ്ഞി വേണമെന്നുണ്ടെങ്കിൽ അവരുടെ ബൈസ്റ്റാൻഡേഴ്സ് കൊണ്ട് കൊടുക്കണം. എവിടെയാ? സർക്കാരിന്റെ മെഡിക്കൽ കോളേജിൽ വരെ അതാണ് അവസ്ഥ എന്ന് ഒരു ഡിപ്പാർട്ട്മെന്റ് ഹെഡായിട്ടുള്ള തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഒരു ഡോക്ടർ വന്ന് പറഞ്ഞു. അപ്പോൾ ഈ വരാന്തയിൽ കിടക്കുന്ന ആളും ഒരാളിന്റെ സൗജന്യം പറ്റിയിട്ടല്ല കിടക്കുന്നത്. ഇതിനെ ആനുകൂല്യം, അവകാശം എന്നൊക്കെ നമുക്ക് പറയാമെങ്കിലും അതിനും അപ്പുറത്തേക്ക് അവരെ എടുക്കേണ്ടതല്ലാത്ത പണം അവരെ മുടക്കി ഈ സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് അവിടെ കൊണ്ടു കൊടുക്കുന്ന സമയത്ത് കിട്ടുന്ന ആനുകൂല്യമാണ്. ആ ആനുകൂല്യം വാങ്ങുന്ന ആൾക്കാരെ ഏതെങ്കിലും തരത്തിൽ പ്രത്യക്ഷമായോ പരോക്ഷമായോ മനഃപൂർവ്വമോ അല്ലാതെയോ ഇകഴ്ത്തുന്ന രീതിയിലത്തേക്കുള്ള ഒരു പ്രസ്താവന ഉണ്ടാകാൻ പാടില്ല. CP ജോണിനെ പോലെ നമുക്കെല്ലാം വലിയ ബഹുമാനമുള്ള, നമുക്കെല്ലാം സ്നേഹബന്ധമുള്ള ഒരു വ്യക്തിയുടെ വായിൽ നിന്ന് അത്തരത്തിലുള്ള പരാമർശം വന്നത് ശരിയായില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ശ്രീ മഞ്ജുഷ്. ശരി, ഇപ്പോൾ പ്രതിപക്ഷ സംഘടനകൾ CP ജോണിന്റെ രാജി ആവശ്യപ്പെട്ട് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രകടനം നടത്തുകയാണ്. അതിലെ ചില ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടത്. ശ്രീ MK ഹരിദാസ്, താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഇപ്പോൾ മുഖ്യമന്ത്രി VD സതീശന്റെ പ്രവൃത്തി അത് കേരള സമൂഹത്തെ കളിയാക്കുന്ന രീതിയിലുള്ളതായിരുന്നു. പ്രളയ ദിവസങ്ങളിൽ കഴിഞ്ഞ വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും അദ്ദേഹത്തിന് ഹെലികോപ്റ്റർ യാത്രയും ഒപ്പം ഉച്ചകഴിഞ്ഞ് വിരുന്ന് കഴിക്കലുമൊക്കെ. അതിന് അദ്ദേഹം നിരത്തിയ ന്യായീകരണങ്ങൾ ഒട്ടും തന്നെ വിശ്വസനീയമല്ല. വേണമെങ്കിൽ അത് നുണയാണെന്ന് പോലും പറയാം. ആരെ കാണാനാണ് പോയത് എന്നത് അദ്ദേഹം വ്യക്തമാക്കാത്തിടത്തോളം അങ്ങനെ കണക്കാക്കാൻ പറ്റുകയുള്ളൂ. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ CP ജോണിൻ്റെ വാക്ക്. ഇത് ഈ മന്ത്രിമാർ ദുരന്തമാകുന്നതിൻ്റെ ഒരു ഉദാഹരണമായി മാറുകയാണോ? T. പത്മനാഭൻ സണ്ണി ജോസഫിനോട് പറഞ്ഞു, KPCC പ്രസിഡന്റും മന്ത്രിയുമായ സണ്ണി ജോസഫിനോട് പറഞ്ഞു, തുടക്കം ശരിയായില്ലല്ലോ എന്ന്. അതൊരു അറം പറ്റിയ വാക്കായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ UDF സർക്കാരിൻ്റെ ഈ 102 സീറ്റ് ജനങ്ങളെ ഏൽപ്പിച്ചു കൊടുത്തതിൻ്റെ ഒരു അതിൻ്റെ ഒരു ശോഭമങ്ങത്തൊക്കെ തോതിലുള്ള കാര്യങ്ങളാണ് നിത്യേന സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കണം. CP ജോണിനോടോ UDFനോടോ കേരളത്തിലെ സ്ത്രീകൾ ആവശ്യപ്പെട്ടിട്ടില്ല ഞങ്ങൾക്ക് സൗജന്യ യാത്ര തരണം നിങ്ങൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ, കാരണം ഞങ്ങൾ സാമ്പത്തികമായി അങ്ങേയറ്റം ബുദ്ധിമുട്ടിലാണെന്ന് ഒരു സ്ത്രീയും ഇവരോടൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല. ഈ
UDF എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്, രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് തോന്നി ഇതൊരു തുറുപ്പ് ചീട്ടാക്കിയിട്ട് ഇറക്കി കഴിഞ്ഞാൽ സ്ത്രീകളുടെ വോട്ട് നേടാമെന്ന നിലയ്ക്ക് അങ്ങോട്ട് പറഞ്ഞതാണ്. എന്തെന്ന്, ഇത്രയും ഞങ്ങൾക്ക് സ്ത്രീകൾക്ക് മുഴുവൻ ഞങ്ങൾ KSRTCയുടെ എല്ലാ വാഹനങ്ങളിലും എന്ന അർത്ഥം വരുമാറ് പറഞ്ഞിട്ട് പിന്നീടത് ഓർഡിനറി ബസ്സുകളിൽ മാത്രമാക്കി, എന്തോ ആവട്ടെ, നിങ്ങൾ തരാമെന്ന് പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ മനസ്സിലായില്ലേ മഞ്ജുഷേ? ഇത് ഈ ഇത്തരത്തിലൊരു ഔദാര്യം വെച്ചു കൊടുത്തത് സ്ത്രീകളോടുള്ള സ്നേഹമോ ഇവിടുത്തെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ ഉദ്ധരിക്കാനോ ആയിരുന്നില്ല. നമ്മൾ പറയില്ലേ, ഈ കോഴിക്കാലിൻ്റെ മാംസം കടിച്ചു പറിച്ചിട്ട് മുന്നിലിരിക്കുന്ന നായയ്ക്ക് അതിൻ്റെ എല്ലിട്ട് കൊടുത്തിട്ട് മുതലാളിമാർ പറയൂത്രേ, നിൻ്റെയൊക്കെ നല്ല സമയമടാമെന്ന് പറയുന്നത് പോലെയല്ലേ ഇദ്ദേഹം ഈ ചെയ്യുന്നത്. ഈ കേരളത്തിലെ ഒരു പഞ്ചായത്തിലെ ഏതെങ്കിലും ഒരു വാർഡിൽ ഒറ്റയ്ക്ക് നിന്ന് ജയിക്കാൻ പ്രാപ്തിയില്ലാത്ത ഒരു ഈർക്കിൽ പാർട്ടിയുടെ നേതാവ് അധികാരത്തിൽ കയറി കേവലം 72 ദിവസം കൊണ്ട് ഇത്തരത്തിൽ പറയേണ്ട ഒരു അവസ്ഥ സംജാതമായി എങ്കിൽ അത് അങ്ങേയറ്റം മോശമായിട്ടുള്ള സംഗതിയായി പോയെന്നാണ് എനിക്ക് പറയാനുള്ളത്. 72 ദിവസമായിട്ടേ ഉള്ളൂ. 72 ദിവസം കൊണ്ട് ജനങ്ങളെ കൊണ്ട് പറയിച്ചു തമ്മിൽ ഭേദം മറ്റവരാണ് എന്ന്. അതിൽ VD സതീശൻ്റെ ഈ പ്രവൃത്തികളും ഈ CP ജോണിൻ്റെ ഇന്നത്തെ പ്രവൃത്തികളും കൂടിയായപ്പോൾ ജനങ്ങൾക്ക് അബദ്ധം പറ്റിയോ എന്ന് അവർക്ക് തോന്നുമാറുള്ള ഒരു സിറ്റുവേഷൻ സൃഷ്ടിക്കരുതായിരുന്നു. കാരണം ഇതിലത്തെ അസഹിഷ്ണുത പാടില്ല. കാരണം ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന മനുഷ്യനെ, അദ്ദേഹത്തിന് നീറോ ചക്രവർത്തി എന്ന് ഒരുപാട് പ്രാവശ്യം ഞാനടക്കമുള്ളവർ ഈ ചർച്ചകളിൽ പങ്കെടുക്കുന്ന എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. നീറോ ചക്രവർത്തി സാമ്രാജ്യം കത്തിയെറിയുമ്പോൾ വീണ വായിച്ച നീറോ ചക്രവർത്തിയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതശൈലിയുടെ പേരിൽ. അപ്പോൾ ഇന്നിപ്പോൾ VD സതീശൻ ഇത്തരത്തിൽ കേരളത്തിൽ പ്രളയദുരിതവും വെള്ളം കയറിയിട്ടുള്ള ബുദ്ധിമുട്ടുകളും ജനങ്ങൾ അനുഭവിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ, ഞാൻ പറയട്ടെ മഞ്ജുഷ, ഈ ഹരിദാസ് എന്ന് പറയുന്ന സാധാരണക്കാരൻ്റെ പൊന്നാനിയിലെ കോൺഗ്രസ് നേതാവിൻ്റെ വീട്ടിൽ നിന്നാണ് സതീശൻ ഊണ് കഴിച്ചതെങ്കിൽ ഇത്രയധികം പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല. ഇത് തൊട്ടടുത്ത് പോയി ആഡംബരമായിട്ടുള്ളൊരു ഭക്ഷണം കഴിക്കുകയും അത് ഫോട്ടോ എടുത്ത് പ്രചരിപ്പിക്കുകയും ചെയ്തു എന്നുള്ള നിലയ്ക്ക് അത് അങ്ങേറ്റം മോശമായിട്ടുള്ളൊരു പ്രവണതയായി പോയി. കാരണം സന്ദർഭം ശരിയല്ല. VD സതീശന് ഏത് സുഹൃത്തുക്കളുടെ അടുത്ത് പോയിട്ടും ഊണ് കഴിക്കാം, വിശാലമായിട്ട് ഭക്ഷണം കഴിക്കാം, അതിനൊന്നും കേരളത്തിലെ ജനങ്ങളെതിരല്ല. പക്ഷെ സന്ദർഭമുണ്ട് എല്ലാറ്റിനും. നമ്മൾ മരണ വീട്ടിൽ ചെന്നിട്ട് നമ്മൾ കുശുകുശുക്കുന്നത് എന്താ ഉറക്കെ സംസാരിക്കാതെ? അതൊരു ഔചിത്യബോധത്തിൻ്റെ പേരിലാണ് നമ്മൾ മരണ വീട്ടിൽ ഒരു മര്യാദ പാലിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ജനങ്ങൾ ദുരിതത്തിലാവുമ്പോൾ മുഖ്യമന്ത്രി 3 മണിക്ക് എനിക്ക് ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്നൊക്കെ കേരളത്തിലെ ജനങ്ങൾ പറഞ്ഞോ? അദ്ദേഹം ഭക്ഷണം കഴിക്കട്ടെ. അതുപോലെ തന്നെ ഹെലികോപ്റ്റർ യാത്ര, ഇദ്ദേഹം പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനം ഒഴിഞ്ഞ സമയത്ത് ഇലക്ഷൻ റിസൾട്ട് വരുന്നതിന് മുമ്പ് ഒരു മംഗലാപുരം യാത്രയുണ്ടായി ഹെലികോപ്റ്ററിൽ. അതിൻ്റെ ദുരൂഹത ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു അധികാര സ്ഥാനത്ത് ഇരിക്കാത്ത കാലഘട്ടത്തിൽ കഴിഞ്ഞ സംഭവമാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് അത് വിവാദമാക്കേണ്ട പ്രശ്നമില്ല. പക്ഷേ ഇവിടെ അധികാരത്തിലിരിക്കുന്ന ഒരു മുഖ്യമന്ത്രി, അദ്ദേഹം വ്യവസായ വകുപ്പ് മന്ത്രിയെ കൂടാതെ ഒരു ഇൻവെസ്റ്ററെ കാണാൻ വേണ്ടി കൊച്ചിയിൽ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തൊണ്ട തൊടാതെ വിഴുങ്ങാനുള്ള നമുക്കൊരു പറയില്ലേ, അത് അത്ര എളുപ്പമുള്ള സംഗതിയല്ല. അല്ലാതെ തീർച്ചയായിട്ടും അദ്ദേഹം അദ്ദേഹം ആ നിക്ഷേപകൻ ആരാണെന്ന് വെളിപ്പെടുത്തുന്നില്ല, അത് രഹസ്യമാക്കി വെക്കുകയാണ്. അദ്ദേഹം അതിന് പറയുന്ന ന്യായീകരണം, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന ആളുകൾ ഉണ്ടാവും, അപ്പോൾ അവർ തന്നെ അത് മുടക്കും, അങ്ങനെ നിക്ഷേപം വരാതിരിക്കും എന്നൊക്കെയാണ്. വികലമായ വാദം എന്നല്ലേ ഇതിനെ പറയാൻ പറ്റുകയുള്ളൂ. എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്? അദ്ദേഹം എന്താണ് ഈ മുഖ്യമന്ത്രിയാകുന്നതിനേക്കാൾ മുമ്പ് അദ്ദേഹം വളരെ, നമ്മൾ പറയില്ലേ, അച്ചസ്ഫടികമായിട്ടുള്ള കാര്യങ്ങൾ കാണുകയും പഠിക്കുകയും പഠിച്ച പ്രകാരം സംസാരിക്കുകയും ചെയ്യുന്ന വ്യക്തി ഇത്രയും മോശമായിട്ടാണ് കേരളത്തിലെ ജനങ്ങളെ? എൻ്റെ ഒരു ഹെലികോപ്റ്റർ യാത്രയ്ക്ക് ഞാൻ പോയത്, കുറച്ച് ഇൻവെസ്റ്റർമാർ വന്നിട്ടുണ്ടായിരുന്നു, അവരെ കാണണം, തമിഴ്നാട്ടിലേക്ക് പോകാൻ അവർ സാധ്യതയുണ്ട്. എന്താ ഈ പറയുന്നത്? ഇതൊക്കെ കൂട്ടി വായിക്കപ്പെട്ടത് കഴിഞ്ഞാൽ തന്നെ ആ പറയുന്നതിലത്തെ നമ്മൾ പറയില്ലേ, ഒരു യാതൊരുവിധ ലോജിക്കുമില്ലാത്ത കാര്യമാണ് അദ്ദേഹം പറയുന്നത് എന്ന് നമുക്ക് വ്യക്തമാവില്ലേ? അപ്പോൾ ഈ മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്റർ യാത്ര, മുഖ്യമന്ത്രിയുടെ ആളുകൾ ദുരിതമനുഭവിക്കുന്ന സമയത്തുള്ള 7 കോഴ്സ് ഭക്ഷണം കഴിക്കൽ, ഇതൊക്കെ ജനങ്ങളിലുണ്ടാക്കിയ വെറുപ്പ് നിസ്സാരമല്ല എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് UDF സർക്കാർ മുൻപോട്ട് പോകണമെന്ന് പറയുമ്പോൾ തന്നെ ഒരു സാമൂഹ്യ നിരീക്ഷകൻ എന്ന നിലയ്ക്ക് എനിക്ക് രാഷ്ട്രീയ പാർട്ടിയുടെ ആൾക്കാരോട് പറയാനുള്ളത്, നിങ്ങൾ പരസ്പരം പോരടിക്കാതെ ഒരു മഴ കൊണ്ട് 7 ദിവസം കൊണ്ട് പെയ്യേണ്ട മഴ ഒറ്റ ദിവസം പെയ്തിറങ്ങിയപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ട് ഇനിയും വരാതിരിക്കാൻ വേണ്ടി കേരളത്തിൽ എന്ത് ചെയ്യണമെന്നതിനെ കുറിച്ചിട്ട് ഗഹനമായിട്ട്
ആലോചിച്ചൊരു തീരുമാനമെടുത്തുകൊണ്ട് അതിന് പ്രതിവിധി ചെയ്യണം. ഇവിടെ പട്ടി ചന്തയ്ക്ക് പോയതുമാതിരി നെതർലാൻഡിൽ പോയിട്ട് റൂം ഫോർ റിവർ എന്ന് പറയുന്ന ഒരു പദ്ധതി കൊണ്ടുവരുമെന്ന് പറഞ്ഞ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ വിടുവായത്ത് നിറഞ്ഞിട്ടുള്ള പ്രവൃത്തികളും വാക്കുകൾക്കും പോലെ ആകരുത്. എല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ ഇനിയൊരു മഴ പെയ്തു കഴിഞ്ഞാൽ പ്രളയ ദുരിതത്തിലും വെള്ളപ്പൊക്കത്തിലും പെടാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യാനാകും എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കണം. അതിനുവേണ്ടിയുള്ള ആസൂത്രിതമായ പദ്ധതികൾ തയ്യാറാക്കിക്കൊണ്ട് മുൻപോട്ട് പോകണം. കാരണം ഒരു ഇടിഞ്ഞു പൊഴിഞ്ഞു വീഴുന്ന ഒരു മഴയിൽ സർക്കാരിന് ചെയ്യാനുള്ള പരിമിതികളുണ്ട്. അതിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ അനുകൂലമല്ലെങ്കിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് ആ എത്തിപ്പെടാനാകാത്ത സാഹചര്യത്തിൽ ആ ദുരിതം കൃത്യമായി അനുഭവിക്കുന്നവർക്ക് അതിൻ്റെ ബലം കിട്ടിയെന്ന് വരില്ല. അപ്പോൾ എന്താണ് വേണ്ടത്? ഇത്തരത്തിലൊരു അസുഖം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് അസുഖം വരാതെ നോക്കലാണ് എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇത്തരത്തിൽ ഒറ്റ മഴയ്ക്ക് കേരളം മുങ്ങുമെങ്കിൽ അത് മുങ്ങാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള ഒരു തീരുമാനമെടുക്കണമെന്നാണ് മഞ്ജുഷ എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ രജനി, ഔദാര്യമല്ല കേട്ടോ സർക്കാർ ഓരോ കാര്യവും ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത്. അത് ഔദാര്യം എന്ന രീതിയിൽ മന്ത്രിമാർ കാണുന്നത് ശരിയല്ല. അതാണ് CP ജോണിന്റെ വാക്കുകളിൽ പ്രകടമാകുന്നത്, എന്തോ ഔദാര്യം നൽകുന്നത് പോലെ. നോക്കൂ ശ്രീ മഞ്ജുഷ്, നിങ്ങൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രിയുടെ പ്രസംഗത്തെ അടിസ്ഥാനമാക്കിയുള്ള ചർച്ചയാണ് ആദ്യമായി നടന്നുകൊണ്ടിരിക്കുന്നത്. അധികവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാമല്ലോ, നമുക്കെല്ലാവരും പ്രസംഗിക്കുന്നവരാണ്, മൈക്കിന്റെ മുന്നിൽ സംസാരിക്കുന്നവരാണ്, എല്ലാവർക്കും അവരുടേതായ പ്രസംഗ ശൈലികൾ ഉള്ള ആളുകളാണ്. അദ്ദേഹം ഏത് സന്ദർഭത്തിലാണ് പ്രസംഗിക്കുന്നത്? ഇവിടെ പ്രൈവറ്റ് ബസ്സുമായി ബന്ധപ്പെട്ടിരിക്കുന്ന അവരുമായി ബന്ധപ്പെട്ട ഒരു സമ്മേളനത്തിൽ സംസാരിക്കുകയാണ്. അദ്ദേഹം അവിടെ സംസാരിക്കുന്ന കണ്ടന്റിന്റെ അവസാനം ഈ ചർച്ചയുടെ ആദ്യ ഭാഗത്ത് തന്നെ അത് കേൾപ്പിച്ചതാണല്ലോ. ഈ നാട്ടിലെ സ്ത്രീജനങ്ങൾ, അതായത് വനിതകളായ ആളുകൾ നിങ്ങളോട് ഒരു വൈരാഗ്യ ബുദ്ധി ഉണ്ടായത് കൊണ്ടല്ല നിങ്ങളുടെ ബസ്സിൽ കയറാതിരിക്കുന്നത്, അല്ലെങ്കിൽ കാശ് കൊടുത്ത് കയറാത്തത്. ഞങ്ങളോട് അമിതമായ സ്നേഹം ഉണ്ടായത് കൊണ്ടുമല്ല പ്രിയദർശിനി ബസ്സിനെ ആശ്രയിക്കുന്നത്. ഈ KSRTC ബസ്, ഓർഡിനറി ബസ്സുകളെ ആശ്രയിക്കുന്നത് ആരാണ്? ഈ നാട്ടിലെ സാധാരണക്കാരായ സ്ത്രീജനങ്ങളാണ്. അത് എല്ലാവർക്കും അറിയാം. ഒരിക്കലും ഈ ലക്ഷറി ബസ് കാറുകളിൽ സഞ്ചരിക്കുന്നവർ ഒരിക്കലും KSRTC ബസ്സുകളിൽ കയറി സഞ്ചരിക്കത്തില്ല. KSRTC ബസ്സുകൾ ഫ്രീ ആണ് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ സാധാരണപ്പെട്ടവരായ തൊഴിലാളി ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് തൊഴിലിന് വേണ്ടി പോകുന്നവർ, അല്ലെങ്കിൽ വിദ്യാർത്ഥിനികൾ, വേർതിരിവ് സർക്കാർ ഉദ്ദേശിക്കുന്നുമില്ല. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സ്ത്രീകൾക്ക് വേണ്ടിയാണ് പ്രിയദർശിനി ബസ് എന്ന് ഒരിടത്തും സർക്കാർ പറഞ്ഞിട്ടില്ല. താങ്കൾ പോലും ആ വേർതിരിവ് പറയുകയാണ്. അപ്പൊ അതാണ് ഈ മന്ത്രിക്ക് പ്രശ്നം പറ്റുന്നത് കേട്ടോ. മന്ത്രി വേർതിരിച്ച് കാണുകയാണെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? ഈ പറയുന്ന സാധാരണക്കാരായ ആളുകളാണ് ഈ ബസ് ഈ ഓർഡിനറി ബസ്സിനെ നിരന്തരമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ആളുകൾ നാട്ടിലിറങ്ങി സഞ്ചരിക്കുന്ന ആളാണല്ലോ. അങ്ങനെ സാധാരണക്കാരായ സ്ത്രീകൾ മാത്രമൊന്നും അല്ല KSRTC ബസ്സിൽ പോകുന്നത്, സൗജന്യമായിട്ട് പോകുന്നു, അങ്ങനെയുള്ളവർ മാത്രമല്ല കേട്ടോ. അല്ല, KSRTC ബസ്സുകളിൽ ഇപ്പോൾ ആശ്രയിക്കുന്നവർക്ക് ഈ സ്ത്രീജനങ്ങൾക്ക് പൈസ കൊടുത്തും യാത്ര ചെയ്യാം, പൈസ കൊടുക്കാതെയും യാത്ര ചെയ്യാം. പക്ഷെ അതിനെ ആശ്രയിച്ചു പോകുന്നവർ സാധാരണക്കാരായ ആളുകളാണ്. അവർ ഈ പറയുന്ന രീതിയിലേക്ക് പൈസ കൊടുക്കാതെ യാത്ര ചെയ്യുമ്പോൾ ആ പൈസ കൊണ്ട് അവരുടെ വീടുകളിൽ പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. ഒരു മാസം തന്നെ എത്ര രൂപ ഈ പറയുന്ന ബസ് ചാർജ് കൊടുത്ത് സാധാരണക്കാരായ എത്രയോ പേർ ഇതിനെ ഉപയോഗിക്കുന്നുണ്ട്. ഓരോ ബസ്സുകളിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എത്രയോ ആളുകൾ തിക്കി ഇന്ന് ബസ്സുകളെ ആശ്രയിക്കുന്നുണ്ട്. എത്രയോ പേർക്ക് അത് ഉപകാരപ്രദമായ ഒരു സർവീസായി പ്രിയദർശിനി സർവീസ് മാറിയിരിക്കുകയാണ്. അത് കോൺഗ്രസിന്റെ, അത് ഇന്ത്യയിലുള്ള രാഹുൽ ഗാന്ധിയുടെ ഒരു നയവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ എല്ലാ സംസ്ഥാനങ്ങളും, അതായത് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ മിക്ക സംസ്ഥാനങ്ങളിലും അതുമായി ബന്ധപ്പെട്ട് പ്രാബല്യത്തിൽ കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് ഇന്ന് കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് യാതൊരു വേർകൃത്യവും കാണിക്കാതെ എല്ലാവർക്കും സൗജന്യ യാത്ര കൊടുക്കുകയാണ്. അദ്ദേഹം പറഞ്ഞിടത്ത് എവിടെയാണ് ഈ പറയുന്ന സ്ത്രീ വിരുദ്ധത ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്നത്? അദ്ദേഹം പറഞ്ഞു പ്രിയദർശിനി ബസ്സിൽ ഇടിച്ചു കയറുന്ന സ്ത്രീകൾ, അവർക്ക് ഈ വിദ്യാഭ്യാസ കാര്യത്തിൽ, അതായത് സ്വകാര്യ സ്കൂളുകളിൽ മക്കളെ പഠിപ്പിക്കുവാൻ പണം നൽകുന്നതിന് മടിയില്ല. അതായത് സർക്കാർ സ്കൂളുകൾ ഉണ്ടായിട്ടും സ്വകാര്യ സ്കൂളുകളിൽ പഠിപ്പിക്കുന്നു. അതും ഫീസ് കൊടുക്കേണ്ടാത്ത, അല്ലെങ്കിൽ കുറച്ച് ഫീസ് മാത്രം കൊടുക്കാൻ പറ്റുന്ന സ്വകാര്യ സ്കൂളിൽ, അതായത് എയ്ഡഡ് സ്കൂളുകളാണല്ലോ അദ്ദേഹം ഉദ്ദേശിച്ചത്. അതുമല്ല, അൺഎയ്ഡഡ് എന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. കൂടുതൽ ഫീസ് കൊടുക്കുന്ന സ്കൂളുകളിൽ പഠിപ്പിക്കുവാനാണ് താല്പര്യം. അതിനുവേണ്ടി പണം മുടക്കാൻ മടിയില്ല. അതേപോലെ തന്നെ സർക്കാർ ആശുപത്രികളെയും സ്വകാര്യ ആശുപത്രികളെയും അദ്ദേഹം താരതമ്യപ്പെടുത്തുന്നു. സർക്കാർ ആശുപത്രികളുടെ വരാന്തയിൽ കിടക്കാനും അവർക്ക് മടിയില്ല, സ്വകാര്യ ആശുപത്രികളിൽ പോകാൻ പണം വേണ്ടതുകൊണ്ട് അവർ പോകുന്നില്ല. ഇതെന്ത് താരതമ്യമാണ് അദ്ദേഹം നടത്തുന്നത്? അദ്ദേഹം തന്നെ അതിനെപ്പറ്റി ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട്. എന്താണ് ഈ പറയുന്ന രീതിയിലേക്ക് നമ്മുടെ പൊതുവിദ്യാഭ്യാസവും
നമ്മുടെ പൊതു ആരോഗ്യവും അതുപോലെ മെച്ചപ്പെടുത്തണം. KSRTC ബസ്സിൽ നമ്മൾ കൊടുക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ കൊടുക്കുന്ന ഒരു പദ്ധതി എന്ന രീതിയിൽ തന്നെ ഈ പറയുന്ന നമ്മുടെ പൊതു വിദ്യാഭ്യാസ രംഗവും ഈ പറയുന്ന ആരോഗ്യ രംഗവും മെച്ചപ്പെടുത്തുവാൻ വേണ്ടി ആ രീതിയിൽ സംസാരിച്ചു വന്നപ്പോൾ അതിനെ വളച്ചൊടിച്ച് വേറൊരു ദിശയിലേക്ക് കൊണ്ടുവന്ന് പ്രിയദർശിനി സംവിധാനത്തെ ഏറ്റവും കൂടുതൽ പ്രിയദർശിനി സംവിധാനത്തെ ഈ നാട്ടിലെ സ്ത്രീജനങ്ങളെല്ലാം ഏറ്റെടുത്തിരിക്കുകയാണ്. ഈ പറയുന്ന രീതിയിലൊന്നുമല്ല, ആ രീതിയിലേക്ക് എല്ലാവരും ഏറ്റെടുത്തിരിക്കുന്ന ഒരു പദ്ധതിയെ എങ്ങനെയെങ്കിലും ഒരു പുകമറ സൃഷ്ടിച്ച് അത് സർക്കാരിനെതിരെ തീർക്കുവാനുള്ള ഒരു ഗൂഢാലോചന ഭാഗമായിട്ടാണ് അദ്ദേഹത്തിന്റെ ഈ പ്രസംഗത്തെ ഈ രീതിയിലേക്ക് വളച്ചൊടിച്ചു അദ്ദേഹം പറഞ്ഞതിൽ സാന്ദർഭികമായി ചില പിഴവുകളുണ്ടെന്ന് അദ്ദേഹത്തിന് ബോധ്യമായി. അദ്ദേഹം തിരുത്തുന്നുണ്ട്. ഇത് ഞാൻ ശ്രദ്ധിച്ചോളാം എന്ന് ഇല്ലില്ല. അദ്ദേഹം എവിടെയാണ് തിരുത്തിയത്? അദ്ദേഹം പറഞ്ഞത് എന്താണ്? പ്രസംഗിക്കുമ്പോൾ ഉള്ള രീതി മാറ്റണമെന്നുള്ളതാണ്. അതിന്റെ രീതി മാറ്റണമെന്ന് അദ്ദേഹം തന്നെ സമ്മതിക്കുന്നുണ്ട്. അതെ, പ്രസംഗിക്കുമ്പോൾ ഉള്ള രീതി, ആൾക്കാർ പല വിധത്തിലുള്ള ആൾക്കാർ ഓരോ പ്രസംഗത്തെ ഓരോ രീതിയിലാണ് എടുക്കുന്നത് എന്നുള്ളതാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അദ്ദേഹം പ്രസംഗിച്ചപ്പോൾ ഈ സ്ത്രീവിരുദ്ധത എന്ന് പറയുന്ന ഒരു നയമില്ല. ഇന്നിപ്പോ സമരം ചെയ്യാൻ പോകുന്ന ആളുകൾ കഴിഞ്ഞ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് നോക്കുക, എത്രത്തോളം സ്ത്രീവിരുദ്ധമായി രീതിയിൽ പെരുമാറിയിട്ടുള്ള ഒരു ഗവൺമെന്റ് നമ്മുടെ മുന്നിൽ അതിപ്പോൾ അവരങ്ങനെ ചെയ്തില്ലേ, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ചെയ്തുകൂടെ എന്നുള്ള ആ അല്ലല്ല, അങ്ങനെ പറയുന്നില്ല. കേട്ടോ. ഇതിനേക്കാൾ വലിയ സ്ത്രീവിരുദ്ധത പഠിപ്പിച്ചിട്ടുള്ള ഒരു സർക്കാരായിരുന്നു പിണറായി സർക്കാർ. അതുകൊണ്ട് അവരുടെ കാര്യം മുഖവിലേക്ക് എടുക്കണ്ട. പക്ഷെ ഇപ്പോഴത്തെ കാര്യം പറയൂ. ഇപ്പോഴത്തെ കാര്യം പറഞ്ഞാൽ അതെ, അവരിപ്പോൾ സമരം ചെയ്യാൻ പോകുന്നു എന്നുള്ള വീഡിയോ കാണിക്കുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞ അവര് സമരം ചെയ്യാൻ പോകുന്നത് അവരുടെ സർക്കാരിനെതിരെ ആദ്യം സമരം ചെയ്യണമായിരുന്നു. അല്ലാതെ ഇപ്പോ ഇദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന എല്ലാ കാര്യങ്ങളിലും നന്നായി അഭിപ്രായം പറയുവാനും നന്നായി ചിന്തിക്കുവാനും നല്ല കപ്പാസിറ്റിയുള്ള ഈ UDF ഗവൺമെന്റിലെ പ്രധാനപ്പെട്ട ഒരു മന്ത്രിയാണ് CP ജോൺ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരിക്കലും ഒരു സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ ഉണ്ടാകത്തില്ല, 100% ഉറപ്പാണ്. പക്ഷെ അദ്ദേഹം സംസാരിച്ച വേദി, ആ സംസാരിച്ച പ്രസംഗത്തിന്റെ രീതി, ആ രീതി മനസ്സിലാക്കാൻ പലർക്കും പറ്റിയിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ പ്രധാനപ്പെട്ടമായ കാര്യം. അദ്ദേഹം ഒരിക്കലും ആ രീതിയിൽ പറഞ്ഞിട്ടില്ല. നമ്മുടെ രംഗങ്ങൾ, അതായത് ആരോഗ്യ രംഗമായാലും പൊതുരംഗമായാലും വിദ്യാഭ്യാസ രംഗമായാലും ഒക്കെ മെച്ചപ്പെടുത്തുവാനുണ്ട്. അത് KSRTC ബസ്സിലെ പ്രിയദർശിനി പോലെ എല്ലാ രംഗങ്ങളും മെച്ചപ്പെടുത്തുവാനുണ്ട്. ഗതാഗത രംഗത്തു നിന്നും ഈ സുരു കൂട്ടുന്ന പൈസകൾ പലരും ആ രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാം. ആ ഫ്രീ ആയി യാത്ര ചെയ്യുന്ന പല സാധാരണക്കാരെയും നമുക്കറിയാം. ഓരോ ബസ്സുകളിലും ആളുകൾ കയറി, പ്രിയദർശിനി ബസ്സുകൾ കയറി നോക്കി നിന്ന് കയറുന്ന സാധാരണക്കാരായി കയ്യിൽ പൈസ ഇല്ലാത്തവരെയും നമുക്കറിയാം. അങ്ങനെയുള്ളവരൊക്കെ ഇത് സ്വീകരിച്ച് മുന്നോട്ട് പോവുകയാണ്. അവിടെയാണ് ഈ പറയുന്ന വില കുറഞ്ഞ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത്. അദ്ദേഹവുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണം ഇന്നും വനിതകളായ KPCC ജനറൽ സെക്രട്ടറിമാർ, അതുപോലെ തന്നെ മഹിളാ കോൺഗ്രസിന്റെ ആളുകളൊക്കെ ഇദ്ദേഹത്തിന്റെ ഈ പ്രസ്താവനയ്ക്കെതിരെ വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ അല്പം മുമ്പ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് മന്ത്രി CP ജോണിനെതിരെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നത് KPCC ജനറൽ സെക്രട്ടറി, അവരുടെ പേര് ലക്ഷ്മി ആർ, അവർ പറയുന്നത് ഇതൊരു ഔദാര്യമല്ല, സ്ത്രീകളുടെ അവകാശമാണ്. CP ജോണിന്റെ പ്രസ്താവനയെ കുറിച്ചാണ് നയമാണല്ലോ. അതെ, നയമാണ്. പക്ഷെ അദ്ദേഹം ഈ പ്രസ്താവന നടത്തിയപ്പോൾ ചൂണ്ടിക്കാണിക്കേണ്ടി വന്നു എന്നുള്ളതാണ്. ഈ പ്രസംഗത്തിൽ എങ്ങും അത് ഈ പ്രസംഗവുമായി മനസ്സിലാവുന്നില്ല. അപ്പോൾ അല്ലല്ല, KPCCയിലെ വനിതാ നേതാക്കൾക്കും മഹിളാ കോൺഗ്രസുകാർക്കും ഒന്നും ഇത് മനസ്സിലാവുന്നില്ല അങ്ങനെയാണെങ്കിൽ CP ജോൺ പറഞ്ഞത്. അല്ല, അവരുടെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അവരുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കേണ്ടതാണ്. പാർട്ടിയുമായി ബന്ധപ്പെട്ട് ഞാനത് അറിഞ്ഞിട്ടില്ല. KPCC വനിതാ നേതാക്കളുമായി ബന്ധപ്പെട്ടുള്ള പ്രസ്താവനകൾ എന്നിലേക്ക് വന്നിട്ടില്ല. പക്ഷേ CP ജോണിനെ മനസ്സിലാക്കുന്ന ഒരാളെന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ പ്രസംഗം ഇതുമായി ബന്ധപ്പെട്ട കേട്ടെന്ന രീതിയിൽ ഈ വിവാദങ്ങൾ എന്ന് പറയുന്നത് ഒരു ഔചിത്യം കാട്ടുന്നില്ല എന്നുള്ളതാണ്. അത് CP ജോൺ ആണെങ്കിലും മുഖ്യമന്ത്രി VD സതീശനാണെങ്കിലും. അതുകൊണ്ടാണല്ലോ VD സതീശനും വിവാദത്തിലായത്. ഹെലികോപ്റ്റർ യാത്രയും അതുപോലെ തന്നെ വിരുന്നുമൊക്കെ. അതും സന്ദർഭത്തിന് അനുസരിച്ച് പെരുമാറാത്തത് കൊണ്ടാണ്. ഒരിക്കലല്ല മഞ്ജുഷേ. ഈ പറയുന്ന VD സതീശനെ സംബന്ധിച്ച് നമുക്കറിയാമല്ലോ, 2018-ലും 19-ലൊക്കെ പ്രളയം ഉണ്ടായപ്പോൾ ഏറ്റവും കൂടുതൽ പ്രളയബാധിത പ്രദേശമായിരുന്ന പറവൂരിനെ കയ്യിൽ താങ്ങി നിർത്തിക്കൊണ്ട് അവിടുത്തെ ആളുകൾക്ക് ആശ്വാസമായി കാര്യമാണ് ആളുകൾ നോക്കുന്നത്, പഴയ കാര്യമല്ല. അല്ലല്ല, ഞാൻ പറഞ്ഞു പൂർത്തിയായിട്ട്. അങ്ങനെയുള്ള ഒരു മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നത്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഈ സർക്കാർ എടുക്കേണ്ട എല്ലാ നടപടിക്രമങ്ങളും, അതായത് മൺസൂൺ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള യോഗങ്ങൾ കൂടുകയും ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ആ രീതിയിലുള്ള കാര്യങ്ങളെല്ലാം ചിട്ടപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. പിന്നെ പെട്ടെന്നുണ്ടായ അതിതീവ്രമായ IMDക്ക് പോലും പറയാൻ പറ്റാത്ത രീതിയിലേക്കുള്ള തീവ്രമായ മഴ ആയ സമയത്ത് ഈ പറയുന്ന റാന്നിയും ആറന്മുളയും പോലെയുള്ള പ്രദേശങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ വെള്ളിയാഴ്ച ഇത്രയും ധൃതിപ്പെട്ട് ഇത്രയും ത്യാഗം സഹിച്ച് തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്ക് പോയത് എങ്കിൽ ആരും കുറ്റം പറയുമായിരുന്നില്ല. അദ്ദേഹത്തിന് അങ്ങനെയുള്ള ഒരു അവലോകന യോഗമോ ഏതെങ്കിലും ദുരിതാശ്വാസ ക്യാമ്പുകളിൽ പോകേണ്ട ആവശ്യമോ ഏതെങ്കിലും ദുരന്ത മേഖലയിൽ പോകേണ്ട
ഷെഡ്യൂളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതിനുവേണ്ടി അല്ല അദ്ദേഹം പോയത്. അദ്ദേഹം പിന്നീട് വിശദീകരിച്ചത് ഏതോ ഒരു നിക്ഷേപകനെ കാണാൻ പോയി എന്നാണ്. ആരാണ് എന്നുള്ളത് ഇപ്പോഴും അജ്ഞാതമാണ്. അദ്ദേഹം അക്കാര്യം വെളിപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ വരുന്നത് ശ്രീ റെജിൻ. അല്ലാതെ ഒരു സാധാരണ സന്ദർഭത്തിലാണെങ്കിൽ ഇത് ഉണ്ടാകുമായിരുന്നില്ല. അല്ല, അവിടെ തന്നെ അദ്ദേഹം തന്നെ ആ യാത്രയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിട്ടുണ്ടല്ലോ. അദ്ദേഹം പറഞ്ഞത് എന്താണ്? പച്ചക്കള്ളമായിട്ടേ തോന്നുകയുള്ളൂ, തമിഴ്നാടുമായി ബന്ധപ്പെട്ട് കള്ളമാണെന്നേ തോന്നുകയുള്ളൂ. ഒരിക്കലും അല്ല മഞ്ജുഷ, അങ്ങനെ പറയാം. അങ്ങനെ തോന്നുകയുള്ളൂ, അദ്ദേഹം നുണ പറയുന്നു എന്നേ തോന്നുകയുള്ളൂ. കാരണം അദ്ദേഹം ആരെ കാണാൻ പോയി, എവിടെ വെച്ച് കണ്ടു എന്നുള്ളത് പറയേണ്ട ബാധ്യത അദ്ദേഹത്തിനുണ്ട്. ഇത്രയും വിവാദമായ ഒരു കാര്യത്തെപ്പറ്റി അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് അദ്ദേഹം ചോദിക്കുമായിരുന്നുവല്ലോ മുഖ്യമന്ത്രിയോട് ഓരോ കാര്യങ്ങളും അക്കമിട്ട്. അപ്പോൾ അദ്ദേഹത്തിനെതിരെയും ചോദ്യങ്ങൾ വരും. അല്ല, അദ്ദേഹം ആ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി കൊടുക്കുന്നുണ്ടോ? ആരാണ് നിക്ഷേപകരെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല, എവിടെ വെച്ചായിരുന്നു കൂടിക്കാഴ്ചയെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല, എന്താണ് ചർച്ച ചെയ്തത്. ഇനി എന്താണ് ചർച്ച ചെയ്തതെന്ന് പോട്ടെ, ഈ രണ്ട് കാര്യങ്ങളെങ്കിലും പറയാമായിരുന്നു. പുകമറി ഉണ്ടാകാൻ പാടില്ല ഇക്കാര്യങ്ങളിൽ. അല്ല, കേരളത്തിലെ ഉണ്ടായിരുന്ന മുഖ്യമന്ത്രി വന്നിരുന്ന് പത്രസമ്മേളനത്തെ അഭിസംബോധന ചെയ്യുന്ന പോലാണോ ഇന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി പത്രസമ്മേളനം? പിണറായി വിജയനാണോ വി ഡി സതീശൻ? പിണറായി വിജയനാണോ വി ഡി സതീശൻ? പിണറായി വിജയനെ ജനങ്ങൾ വെറുത്തതുകൊണ്ടാണ് വി ഡി സതീശനെ ജനങ്ങൾ തെരഞ്ഞെടുത്തത്. അല്ലല്ല, ഇത് പതിവ് ഉത്തരമാണ്. LDF സർക്കാരിനെ മടുത്തത് കൊണ്ടാണ് UDF സർക്കാരിനെ ജനങ്ങൾ തെരഞ്ഞെടുത്തത്. എന്നിട്ടിപ്പോൾ പിണറായി അങ്ങനെയായിരുന്നോ, LDF സർക്കാർ ഇങ്ങനെയായിരുന്നു എന്ന് ചോദിക്കുന്നതല്ല. അല്ല, പിണറായി വിജയന് ദുർഭരണത്തിനെ പോലെയുള്ള ഒരു ഗവൺമെന്റ് അല്ല ഇന്ന് കേരളം ഭരിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞു വെച്ചതേ ഉള്ളൂ. അല്ല, അദ്ദേഹത്തിന്റെ പ്രസ് മീറ്റുകളുടെ പ്രത്യേകതയാണ് പറഞ്ഞത്. അദ്ദേഹം എല്ലാ ചോദ്യങ്ങൾക്കും ആൻസർ ചെയ്തിട്ടാണ് തോന്നിയിട്ടുണ്ടോ? വി ഡി സതീശന്റെ കഴിഞ്ഞ ദിവസത്തെ വാർത്താ സമ്മേളനത്തിൽ എന്തെങ്കിലും പ്രത്യേകത തോന്നിയിട്ടുണ്ടോ? ചോദ്യങ്ങൾ കഠിനമാകുമ്പോൾ അദ്ദേഹത്തിന് വിറയൽ വരുന്നുണ്ട്, അദ്ദേഹത്തിന് ആ ഒരു ദേഷ്യം അദ്ദേഹത്തിൽ പ്രകടമാകുന്നുണ്ട്. ശ്രീ പണിക്കർ, എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. നോക്കൂ, കഴിഞ്ഞ ദിവസം അദ്ദേഹം നടത്തിയിരിക്കുന്ന പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ സത്യസന്ധമാണ് എന്നുള്ള അഭിപ്രായം അദ്ദേഹത്തിനെ ശ്രദ്ധിക്കുന്ന ആൾക്കാർക്കോ ഇവിടുത്തെ വിഷയങ്ങൾ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്കോ ഉണ്ടാകാനുള്ള സാധ്യതയില്ല. അതൊരു റിയാലിറ്റിയാണ്. കാരണം അദ്ദേഹം പറഞ്ഞു തുടങ്ങുന്നത് തന്നെ ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലത്ത് ശ്രീ പിണറായി വിജയൻ ഹെലികോപ്റ്റർ ഉപയോഗിച്ചിരുന്നതിനെ താൻ വിമർശിച്ചിട്ടില്ല എന്നാണ്. അത് നുണയാണ്, അക്കാര്യത്തിൽ ഒരു തർക്കവുമില്ല. നുണയാണ് എന്ന് പറയുന്നതിന് നമ്മൾ LDFന്റെ അജണ്ട പിന്തുടരുന്നു എന്നൊന്നും കോൺഗ്രസിന്റെ സുഹൃത്ത് പറയുന്നത് കൊണ്ട് കാര്യമില്ല. കാരണം അദ്ദേഹം 2023 ഈ ഹെലികോപ്റ്റർ ഉപയോഗം എന്ന് പറയുന്നത് ധൂർത്താണ്, പിണറായി വിജയന്റെ ധൂർത്താണ്, അതില്ലാതെയാക്കണം എന്ന് അദ്ദേഹം ഡിമാൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഹെലികോപ്റ്ററിനെ പറ്റി, ആ ഹെലികോപ്റ്റർ ഉപയോഗിക്കുന്നതിനെ പറ്റി അദ്ദേഹം നെഗറ്റീവ് ലൈറ്റിലാണ് കണ്ടിരുന്നത് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പിന്നെ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ന്യായം ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ ന്യായം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ തന്നെ പ്രിൻസിപ്പിൾഡ് പൊസിഷനുമായിട്ട് ചേർന്ന് നിൽക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് മാത്രമാണ്. അതായത് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്തായാലും എല്ലാ മാസവും 80 ലക്ഷം രൂപ കൊടുക്കുന്നുണ്ട്, 25 മണിക്കൂർ അതുകൊണ്ട് പറക്കാം, അതുകൊണ്ട് എന്നാൽ പിന്നെ അങ്ങ് ഉപയോഗിക്കരുതോ എന്നാണ് പറയുന്നത്. അതായിരുന്നില്ലല്ലോ അദ്ദേഹം ഇതുവരെ പറഞ്ഞത്. ഇതൊരു അധിക ചെലവാണ് എന്നുള്ളതാണ്. അപ്പോൾ അതാണ് അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പിളെങ്കിൽ അദ്ദേഹം ചെയ്യേണ്ടത് എന്താണ്? അങ്ങനെ അധിക ചെലവിന് വേണ്ടിയിട്ട് മറ്റൊരു സർക്കാർ കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു മാർഗം ഞാൻ ഉപയോഗിക്കില്ല എന്നുള്ളതായിരുന്നു. അതല്ലാതെ പണ്ട് കോൺഗ്രസിന്റെ സുഹൃത്തിനെ ഞാനൊരു സംഭവം ഓർമ്മിപ്പിക്കാം. 2011-12 എനിക്ക് തോന്നുന്നത് അന്ന് IT മിനിസ്റ്റർ ആയിരുന്ന ശ്രീ കുഞ്ഞാലിക്കുട്ടിയാണ്. അന്ന് അദ്ദേഹം വിത്ത് ബെസ്റ്റ് കോംപ്ലിമെന്റ്സ് ഫ്രം കുഞ്ഞാലിക്കുട്ടി എന്ന് പറഞ്ഞിട്ട് 140 MLA-മാർക്കും ഒരു iPad കൊടുക്കുന്ന ഒരു സംവിധാനം ഉണ്ടായി. നമ്മൾ ഡിജിറ്റൈസ് ചെയ്യുന്നതിൻ്റെ ഒക്കെ ഭാഗമായിട്ട് അത് സ്വീകരിക്കാതിരുന്ന ഒരൊറ്റ MLA മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ പേര് VS അച്യുതാനന്ദൻ എന്നാണ്. അദ്ദേഹത്തിനൊരു പ്രിൻസിപ്പിൾ ഉണ്ടായിരുന്നതുകൊണ്ടായിരിക്കാം, അതല്ലെങ്കിൽ കുഞ്ഞാലിക്കുട്ടിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നേരത്തെ ഉയർത്തിയിരിക്കുന്ന ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കാം, എന്തായാലും അദ്ദേഹം അത് വാങ്ങിയില്ല. ഇന്നലെ സതീശൻ പറഞ്ഞിരിക്കുന്ന ന്യായം അന്ന് വേണമെങ്കിൽ ഉപയോഗിച്ചുകൊണ്ട് ശ്രീ VS അച്യുതാനന്ദന് വേണമെങ്കിൽ പറയാമായിരുന്നു, എന്തായാലും ഈ iPad വാങ്ങിയല്ലോ, എന്തായാലും അതിൻ്റെ പണം സർക്കാർ കൊടുത്തല്ലോ, എന്തായാലും അതിവിടെ വെറുതെ ഇരിക്കുകയാണല്ലോ, എന്നാൽ പിന്നെ ഞാൻ ഉപയോഗിച്ചാൽ എന്താണ്. പക്ഷെ പ്രിൻസിപ്പിൾ എന്നൊരു കാര്യമുണ്ട്. ആ പ്രിൻസിപ്പിൾ ഉള്ളത് കൊണ്ട് VS അച്യുതാനന്ദൻ അത് ഉപയോഗിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറയുന്ന നയവും നമ്മൾ സ്വീകരിക്കുന്ന പ്രിൻസിപ്പിളും പിന്നീടുള്ള നമ്മുടെ എല്ലാ കാര്യങ്ങളിലും നമ്മളെ എല്ലാ കാലത്തും ഓഡിറ്റ് ചെയ്യും എന്നുള്ളത്. എന്തെങ്കിലും അടിയന്തര സാഹചര്യം ഉണ്ടായിരുന്നുവെങ്കിൽ ഉപയോഗിച്ചത് കൊണ്ടും തെറ്റില്ല ശ്രീ പണിക്കർ. പക്ഷെ ഇവിടെ ഒരു അടിയന്തര സാഹചര്യം എന്ന് പറയുവാൻ ഒന്നുമില്ല. ഏതോ ഒരു ഇൻവെസ്റ്റർ, അദ്ദേഹം കൊച്ചിയിലിരുന്ന്, ഇൻവെസ്റ്റർ എന്ന് പറയുന്നയാൾ കൊച്ചിയിലിരുന്ന് മുഖ്യമന്ത്രിയോട് പറയുകയാണ് ഇവിടെ വന്ന് എന്നെ കാണാൻ എന്ന്. അതിന് ഒരു തവണ പറന്ന് കാലാവസ്ഥ മോശമായതിനാൽ തിരികെ പറക്കുന്നു, അതിനുശേഷം വീണ്ടും ട്രൈ ചെയ്യുന്നു. അങ്ങനെ ഏതാണ്ട് 2:50 എന്തോണ്ടാണ് കൊച്ചിയിൽ എത്തിയത്. മഞ്ജുഷ്, ഇതിലെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്നറിയോ?
ശ്രീ വി ഡി സതീശൻ ഇന്നലെ വിശദീകരിച്ചു എന്നുള്ളത് ശരിയാണ്. പക്ഷേ ആ വിശദീകരണം തൃപ്തികരമാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നുള്ളതാണ്. ഈ രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. അതായത് അവിടെ കിടക്കുന്നതുകൊണ്ട് നമ്മൾ ഉപയോഗിച്ചു, അതുകൊണ്ട് നമുക്ക് നഷ്ടമൊന്നുമില്ല എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ന്യായത്തിനാണ് ഞാൻ വി എസ് അച്യുതാനന്ദന്റെ കാര്യം പറഞ്ഞത്. രണ്ട്, പിണറായി വിജയനെ അദ്ദേഹം വിമർശിച്ചിട്ടില്ല എന്ന് പറഞ്ഞിരുന്നത് നുണയാണ് എന്നുള്ളത് പറഞ്ഞു. ഇനി മറ്റുള്ള അദ്ദേഹത്തിന്റെ വിശദീകരണം നോക്കൂ. ആരെ കാണാൻ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. എന്തായിരുന്നു അടിയന്തര സാഹചര്യം അദ്ദേഹം വിശദീകരിച്ചോ? ഇല്ല. ഞാൻ പറഞ്ഞതിന് ശേഷം അങ്ങ് പറഞ്ഞോളൂ. എന്തായിരുന്നു പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് അദ്ദേഹം അതിനെപ്പറ്റി പറഞ്ഞോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് ആരെയാണ് കണ്ടത് എന്നുള്ളത് മാധ്യമങ്ങളോട് പറയില്ല എന്നാണ് പറഞ്ഞത്. പറഞ്ഞാൽ എന്തോ മുടക്കുമെന്നാണ് പറഞ്ഞത്. ഞാൻ ചോദിക്കുന്നത്, എനിക്ക് പെട്ടെന്ന് അത് കേട്ടപ്പോൾ ഓർമ്മ വരുന്നത് പണ്ട് മണിച്ചിത്രത്താഴ് ഡയലോഗ്, ആ സിനിമ തുടങ്ങുമ്പോൾ അതിന്റെ ആദ്യം ഒരു ഡയലോഗുണ്ട്. ഇന്നസെന്റ് ഒരു വീട്ടിൽ കയറി ചെല്ലുന്ന സമയത്ത് രാഘവൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെയിന്ററെ തപ്പും. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഈ രാഘവോ എന്ന് വിളിച്ചിട്ട് കാണാത്തപ്പോൾ പറയും, ഒളിച്ചിരുന്നാണോ പെയിന്റ് അടിക്കുന്നത് എന്ന് ചോദിക്കും. അപ്പൊ എനിക്ക് വി ഡി സതീശനോട് ചോദിക്കാനുള്ളത് അത് തന്നെയാണ്. ഒളിച്ചിരുന്നാണോ നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരുന്നത്? ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ നാട്ടിൽ ഇൻവെസ്റ്റ്മെന്റ് ചർച്ചകൾ എന്ന് പറയുന്നത് എന്നു മുതലാണ് സ്വകാര്യമായത്? ഇവിടെ ഗ്ലോബൽ ഇൻവെസ്റ്റർ മീറ്റ് എന്നൊക്കെ പറയുന്ന സാധനം എന്താ? ആൾക്കാരുടെ മുഖത്ത് 50 പൈസയുടെ കവർ മേടിച്ചിട്ടിട്ട് അത് ആരാണെന്ന് അറിയാതെയാണോ ഇവിടെ നടത്തിയിരുന്നത്? ഇവിടെ ചർച്ചയ്ക്ക് ഇന്ന ആൾക്കാരെ ക്ഷണിച്ചിട്ടുണ്ട്, അതിനുശേഷം അവരോട് ഇന്ന കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്, അതിനുശേഷം ഇവിടെ ഇത്ര രൂപയുടെ ധാരണാപത്രം ഒപ്പിട്ടുണ്ട് എന്നൊക്കെയുള്ളത് പരസ്യമായിട്ടുള്ള വിവരമല്ലേ? ഗ്ലോബൽ ഇൻവെസ്റ്റർ മീറ്റ് എന്ന് പറഞ്ഞ് സർക്കാർ നടത്തിയിട്ട് ആൾക്കാരെ ഇങ്ങോട്ട് ക്ഷണിച്ചിട്ട് ഇവിടെ മീറ്റിംഗ് നടത്തുന്ന സമയത്ത് നമ്മൾ ഇത് അറിയാതെയാണോ? അപ്പൊ എന്നു മുതലാണ് ഇതൊക്കെ തന്നെ ഒരു പബ്ലിക് ഡൊമൈനിൽ നിന്ന് സ്വകാര്യമായിട്ടുള്ള ഒരു മുഖ്യമന്ത്രി മാത്രം അറിയേണ്ടുന്ന സ്വകാര്യ ഇൻഫർമേഷൻ ആയിട്ട് മാറിയത് എന്നുള്ള ഒരു ചോദ്യമുണ്ട്. രണ്ടാമതൊരു ചോദ്യം, അദ്ദേഹം പറഞ്ഞ എന്താ, തമിഴ്നാടുമായിട്ടുള്ള എന്തോ ഒരു കോമ്പറ്റീഷൻ എന്ന രീതിയിലത്തേക്ക് അദ്ദേഹം അതിനെ അവതരിപ്പിക്കാൻ ശ്രമിച്ചു. അതായത് ഈ പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റർ തമിഴ്നാട്ടിലും ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി നോക്കുന്നുണ്ട്, തമിഴ്നാട് മുഖ്യമന്ത്രിയെ കണ്ടു, അപ്പം അത് പെട്ടെന്ന് അദ്ദേഹത്തിനെ കാണാനായിട്ട് ഓടിച്ചിട്ട് പിടിക്കുകയായിരുന്നു എന്ന മട്ടിലാണ് ഈ ഇൻഹരിഗർ നഗർ സിനിമയിലൊക്കെ കാണുന്ന പോലെ. നോക്ക്, ഞാൻ ചോദിക്കുന്നത്, തമിഴ്നാട് മുഖ്യമന്ത്രി ഈ ഇൻവെസ്റ്റർമാരെ എവിടെ വെച്ചിട്ടാണ് കണ്ടത്? കോൺഗ്രസിന്റെ സുഹൃത്തിന് പറയാമോ? ഏത് സ്ഥലത്ത് വെച്ചാണ് കണ്ടത്? പറയൂ. മധുരൈ വെച്ചിട്ടാണോ കണ്ടത്? അതോ കോയമ്പത്തൂർ വെച്ചിട്ടാണോ കണ്ടത്? അതോ ചെന്നൈയിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വെച്ചിട്ടാണോ കണ്ടത്? എവിടെ വെച്ചാണെന്ന് പറയണ്ടേ? അത് പറയുന്നില്ല. അപ്പൊ അദ്ദേഹത്തിനെ ചെന്ന് കാണേണ്ട ആൾക്കാർ അദ്ദേഹത്തിനെ ചെന്ന് കാണുന്നു. അപ്പൊ അതേപോലെ തന്നെ എന്തുകൊണ്ട് അവർ തിരുവനന്തപുരത്ത് വന്ന് മുഖ്യമന്ത്രിയെ കാണുന്നില്ല? ഇവിടെ ഒരു സ്റ്റേറ്റിന്റെ മുഖ്യമന്ത്രിയാണ്, പോട്ടെ, വലിയ ഇൻവെസ്റ്റ്മെന്റ് ആണ്, നമ്മുടെ മുഖ്യമന്ത്രി അങ്ങോട്ട് പോയി ആരെങ്കിലും കാണുന്നതിൽ എനിക്ക് തർക്കമില്ല, അതിന് യാതൊരു വിധത്തിലുള്ള പ്രശ്നവുമില്ല. സർക്കാരിന് അങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരണമെങ്കിൽ അദ്ദേഹം പൊക്കോട്ടെ. പക്ഷെ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. അദ്ദേഹം ആരെ കാണാൻ പോയതെന്ന് കോൺഗ്രസിന്റെ സുഹൃത്തിന് അറിയുമോ? അദ്ദേഹവുമായി നേരത്തെ മുൻകൂട്ടി നിശ്ചയിച്ച് അതിനുവേണ്ടി പോകാൻ വന്ദേ ഭാരത് ടിക്കറ്റും അദ്ദേഹം ബുക്ക് ചെയ്ത് വെച്ചിരുന്ന ആ നിശ്ചയിച്ച കൂടിക്കാഴ്ച വേണ്ട എന്ന് വെച്ച് ഡൽഹിയിലെ എന്തോ കാര്യം പ്രയോറിറ്റൈസ് ചെയ്ത് പോകാൻ പോയ ആൾക്കാരെ കാണുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഓടിപ്പോയത്. ഞാൻ ചോദിച്ചിരുന്നത്, കേരളത്തിനോട് എന്ത് താല്പര്യം അവർ കാണിച്ചത്? കേരളത്തിലെ ഈ വന്ദേ ഭാരതിൽ പോകാൻ നിശ്ചയിച്ചതും വന്ദേ ഭാരതിൽ ടിക്കറ്റ് എടുത്തതും ഇതേ ആളുകളെ കാണാൻ വേണ്ടിയല്ലേ? എന്നിട്ട് അവരെന്തോ യാത്ര നേരത്തെ ആക്കിയതുകൊണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. അത്താഴത്തിനുള്ള ഒരു മീറ്റിംഗ് എന്ന രീതിയിലത്തേക്ക് മഞ്ജുഷ്, അത്താഴത്തിനുള്ള ഒരു മീറ്റിംഗുമായി ബന്ധപ്പെടുത്തി നേരത്തെ കൂട്ടി തീരുമാനിച്ച് മുഖ്യമന്ത്രി അവിടെ ചെല്ലാനായിട്ട് വന്ദേ ഭാരതിന്റെ ടിക്കറ്റും ബുക്ക് ചെയ്ത് വെച്ചിട്ട് അവസാനം ആ മീറ്റിംഗിനേക്കാൾ പ്രയോറിറ്റി ഉള്ള മറ്റൊരു കാര്യത്തിന് ഞങ്ങൾക്ക് അടിയന്തരമായിട്ട് ഡൽഹിയിൽ പോകണം എന്ന് അവർ പറഞ്ഞാൽ അവർ കേരള മുഖ്യമന്ത്രിക്കും കേരള സംസ്ഥാനത്തിലെ ഇൻവെസ്റ്റ്മെന്റിനും തരുന്ന വില എന്താണ്? പുല്ലുവില എന്ന് മാത്രമേ അതിനെപ്പറ്റി പറയാൻ കഴിയുകയുള്ളൂ. ഒന്ന്. രണ്ട്, അന്നേരം മുഖ്യമന്ത്രിക്ക് അവരോട് പറയാമായിരുന്നു, അതായത് നിങ്ങൾ പെട്ടെന്ന് നിങ്ങളുടെ പ്ലാൻ ചേഞ്ച് ചെയ്യുമ്പോൾ എനിക്ക് ഉടനടി എത്താൻ കഴിയില്ല, കാരണം ഈ സംസ്ഥാനത്ത് ഒരു അടിയന്തര സാഹചര്യം നിലനിൽക്കുന്നുണ്ട്, എൻ്റെ ആവശ്യം ഇവിടെ ഉണ്ട്, അതുകൊണ്ട് എനിക്ക് വരാൻ കഴിയില്ല, മറ്റ് പല കാര്യങ്ങളും ഞാൻ ഇവിടെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടൊരു വീഡിയോ കോൾ നടത്തിയതിന് ശേഷം ഉടനെ തന്നെ നിങ്ങൾ അത്യാവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ പൊയ്ക്കോളൂ, ഉടനെ തന്നെ നിങ്ങളെ കാണണമെങ്കിൽ ഡൽഹിയിൽ വന്നിട്ടാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളെ ഞാൻ സ്റ്റേറ്റ് ഗസ്റ്റായിട്ട് ഔദ്യോഗികമായിട്ട് തിരുവനന്തപുരത്തേക്ക് ക്ഷണിക്കുന്നു, നമുക്ക് നേരിട്ട് കാണാം എന്ന് പറഞ്ഞില്ല? ഇനി എന്തുകൊണ്ട് മോശമായിട്ടുള്ള കാലാവസ്ഥയാണ്, എനിക്ക് ഓൾട്ടർനേറ്റീവ് മെത്തേഡ്സ് ഇല്ല എന്ന് അദ്ദേഹം പറഞ്ഞില്ല? എന്തുകൊണ്ടാണ് മോശം കാലാവസ്ഥയെ റിസ്ക് ചെയ്തുകൊണ്ട് 2 തവണ യാത്ര ചെയ്തിട്ട് അവരെ പോയി കണ്ടത്? അപ്പോൾ അവരാരാണെന്ന് പറയട്ടെ. ഇനി ആരോടും പറയാതെ നടത്തിയിരിക്കുന്ന ഇൻവെസ്റ്റ്മെന്റുമായി ബന്ധപ്പെട്ട് ടാറ്റ 10,000 കോടി രൂപ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞ ആരാണ്? മാധ്യമങ്ങളാണോ പറഞ്ഞത്? ഇത് പറഞ്ഞത് മുഖ്യമന്ത്രി തന്നെയാണ്. അപ്പൊ ആരും തെറ്റായിട്ടുള്ള വിവരങ്ങൾ പറഞ്ഞ് ഇറക്കിയിട്ടില്ല, അത് ഇറക്കിയിരിക്കുന്നത് മുഖ്യമന്ത്രി. നുണ പറയുന്നത് മുഖ്യമന്ത്രിയാണ്. ശ്രീ റജിൽ, ഇത് നുണയാണെന്ന് മാത്രമേ കരുതാൻ പറ്റുകയുള്ളൂ, അല്ലെങ്കിൽ അദ്ദേഹം പറയണം ആരാണ്, ആരെ കാണാനാണ് പോയത്. ഇപ്പോൾ നമുക്ക് അറിയാവുന്ന വിവരം എന്ന് പറയുന്നത് അദ്ദേഹം ഭാര്യ പിതാവിനെ കണ്ടു, ട്രീറ്റ്മെന്റിലായിരുന്നു, അത് അദ്ദേഹത്തിന്റെ അവകാശമാണ്, അത് കണ്ടോട്ടെ, അതൊന്നും ആരും അതിനെ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ മറുവശത്ത് അദ്ദേഹം കള്ളം പറയുകയാണ്. നോക്കൂ ശ്രീ മഞ്ജുഷ്, ഇതിനകത്ത് ശ്രീജിത്ത് പണിക്കര് വളരെ വിശദമായിട്ട് കുറെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ അവതരണ രീതിയിൽ ഉണ്ടാവുന്ന കാര്യങ്ങളൊക്കെ സത്യമാണ്. പക്ഷെ അതിനകത്ത് ഏത് പബ്ലിക് ഡൊമൈനിലാണ് ഇൻവെസ്റ്റർമാരെ ഒരു സർക്കാർ, ഒരു ഗവൺമെന്റ് സംവിധാനം വിസിറ്റ് ചെയ്യുമ്പോൾ അതിനുമായി ബന്ധപ്പെട്ട് എപ്പോഴും രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കേണ്ടത് എന്ന് അദ്ദേഹം
അല്ലല്ല ഗ്ലോബൽ ഇൻവെസ്റ്റർ അവിടെ നിൽക്കട്ടെ. ഏതെങ്കിലും ഒരു സംസ്ഥാന ഗവൺമെന്റ് ഏതെങ്കിലും ഇൻവെസ്റ്ററുമായി ബന്ധപ്പെട്ട് അവരുമായി ബന്ധപ്പെട്ട് പിന്നെ കാണുകയോ ചർച്ച ചെയ്യുകയോ ചെയ്യുമ്പോൾ അത് പബ്ലിക് ഡൊമൈനിൽ രേഖപ്പെടുത്തിയിട്ടേ ചെയ്യാവൂ എന്ന് ഏത് രീതിയിലാണ് ഞാൻ പറഞ്ഞിട്ടേ ഞാൻ താങ്കൾ പറഞ്ഞു കേട്ടോ. അല്ല ഞാൻ താങ്കൾ പറഞ്ഞു കേട്ടോ. സാർ മിണ്ടാതിരിക്കാൻ പറയുമ്പോൾ ഞാൻ മിണ്ടായിരുന്നു കേട്ടുകൊണ്ടിരിക്കുന്നത്. താങ്കൾ പിന്നെ പറഞ്ഞ വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഞാൻ അത് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. താങ്കളുടെ അജണ്ട എന്ന് പറയുന്നത് വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയെ എന്തൊക്കെ ആക്കി കാണിക്കുവാൻ വേണ്ടിയുള്ള ശ്രമമാണ്. ഇവിടെ അങ്ങനെയൊന്നും ആ ശ്രമവും നടപ്പില്ലെന്നേ സാർ ഇത് പറയുന്നു. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് അല്ല ചോദ്യമല്ല, ഞാൻ പറഞ്ഞു പൂർത്തീകരിക്കട്ടെ. ഈ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞത് എന്താണ്? തമിഴ്നാടുമായി ബന്ധപ്പെട്ടുള്ള അവിടുത്തെ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് കണ്ട ആളുകൾ താങ്കളെ കാണുവാൻ ഒരു കോമ്പറ്റീഷൻ ഫീൽഡുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സംവിധാനമാണ്, കുറച്ച് ഹൈഡ് ചെയ്യേണ്ട കാര്യമാണ്, അതിന് വരും ദിവസങ്ങളിൽ നിങ്ങളെ ബോധ്യപ്പെടുത്തും എന്ന് പറഞ്ഞുകൊണ്ടാണ് മാധ്യമങ്ങളുടെ മുന്നിൽ ഒളിച്ചും മറഞ്ഞൊന്നുമല്ലോ അദ്ദേഹം പറഞ്ഞത്. കോടതിയുടെ മുന്നിലൊന്നുമല്ലോ പറഞ്ഞത്, അന്വേഷണ കമ്മീഷന്റെ മുന്നിലൊന്നുമല്ലോ പറഞ്ഞത്. മാധ്യമങ്ങളുടെ നമ്മളെല്ലാവരും അഭിമുഖീകരിക്കുന്ന കേരളത്തിലെ മാധ്യമങ്ങളുടെ മുന്നിൽ വെച്ച് പ്രസ് മീറ്റിൽ കൂടെയാണ് അദ്ദേഹം പറഞ്ഞത്. ഈ പറയുന്ന രീതിയിലേക്ക് തമിഴ്നാടുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചർച്ച കഴിഞ്ഞിട്ടാണ് ഇതുമായി ബന്ധപ്പെട്ട് അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്ററെ കാണാൻ പോയി. അത് ഇപ്പോൾ വെളിപ്പെടുത്താൻ സാധിക്കത്തില്ല, അത് വെളിപ്പെടുത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ സാധ്യമാകത്തില്ല എന്ന് പറഞ്ഞ ഒരാളാണ് കേരളത്തിലെ മുഖ്യമന്ത്രി. അവിടെ എന്താണ് അസ്വാഭാവികമായി സംഭവിച്ചത്? ഒന്നുമില്ല. ആ രീതിയിൽ അതെല്ലാം പബ്ലിക് ഡൊമൈനിൽ വെളിപ്പെടുത്തണം എന്നൊക്കെ പറഞ്ഞു വന്ന ഒരുപാട് കാര്യങ്ങൾ സാറുമായി ബന്ധപ്പെട്ട് സംസാരിക്കേണ്ടതുണ്ടാകും. ഏത് പബ്ലിക് ഡൊമൈനുമായി ആൾക്കാരെ ചുമ്മാതെ അവതരണ രീതി കൊണ്ട് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കരുത്. അത് ശരിയല്ല. അങ്ങനെയൊന്നും ഇല്ല. പിന്നെ ഈ പറയുന്ന ഞാൻ പറയട്ടെ പറഞ്ഞു പൂർത്തീകരിക്കട്ടെ. ഞാൻ പറഞ്ഞോട്ടെ. പിന്നെ ഈ ഹെലികോപ്റ്ററുമായി ബന്ധപ്പെട്ട് ഈ ചിപ്സൺ ഏവിയേഷനുമായി ബന്ധപ്പെട്ട് ഇവിടെ ഹെലികോപ്റ്റർ അതുമായി ബന്ധപ്പെട്ട് ഈ മാസം ടാറ്റയുടെ ഇൻവെസ്റ്റ്മെന്റ് കള്ളം പറഞ്ഞിരുന്നു. പിന്നെ ടാറ്റ തന്നെ ഔദ്യോഗികമായിട്ട് വിശദീകരണം നൽകുകയായിരുന്നു. അങ്ങനെ ഒരു നിക്ഷേപം ടാറ്റ തന്നെ പറഞ്ഞു ഇത് അല്ലേ? ടാറ്റ പറഞ്ഞു ഇത് നുണയാണെന്ന്. രജനി, പ്രശ്നം എന്ന് പറയുന്നത് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ തുടർച്ചയായി കള്ളം പറയുന്നു എന്ന രീതിയിലുള്ള ഫീലിംഗ് വന്നു കഴിഞ്ഞു കേട്ടോ. അത് ഒരിക്കലും പ്രസ് മീറ്റിൽ പറഞ്ഞൊന്നുമല്ലോ. അദ്ദേഹം ഒരു പൊതുവേദിയുമായി ബന്ധപ്പെട്ട് ഒരു സെമിനാറിനകത്ത് അദ്ദേഹം ആ ഏവിയേഷനുമായി അല്ല പോർട്ടുമായി ബന്ധപ്പെട്ട് വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ട് സമുദ്രാമിഷന്റെ ഒരു പിന്നെ ഏതാണ് ഒരു സെമിനാറിലാണ്. ആ സെമിനാറിൽ പങ്കെടുത്ത ആളോടുകൂടിയാണ് ഞാൻ. അപ്പൊ ആ സെമിനാറിൽ ബന്ധപ്പെട്ട് അദ്ദേഹം ആ മിഷനുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അവർ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മനസ്സിലായില്ലേ? അല്ലാതെ ഒരു പ്രസ് മീറ്റിംഗ് വന്ന് പറഞ്ഞ കാര്യമൊന്നുമല്ല. ഞാൻ പറഞ്ഞു കൂട്ടെ, താങ്കൾ ഒരു 10 മിനിറ്റ് സംസാരിച്ചത് താങ്കൾ എത്രയോ സമയം സംസാരിച്ചു. നിക്ഷേപം കേരളത്തിലേക്ക് വരുന്നു എന്ന് മുഖ്യമന്ത്രി പറഞ്ഞതായിട്ട് മുഖ്യമന്ത്രി അതിൽ തിരുത്തൽ വരുത്തിയിട്ടില്ല. അത് ടാറ്റയാണ് തിരുത്തൽ വരുത്തിയത്. പരസ്യമായി സംസാരിക്കുന്ന വേദിയിൽ നുണ പറയും. അങ്ങനെയാണെങ്കിൽ അല്ലല്ല, അത് ശരിയല്ലല്ലോ എന്നല്ലല്ലോ പറഞ്ഞത്. പ്രസ് മീറ്റുകളിലും പരസ്യ സമ്മേളനങ്ങളും എല്ലാം അദ്ദേഹം പറയുന്നതിനകത്ത് ശരികേടുകളില്ലേ? അദ്ദേഹം പറയുന്നത് ശരികേടുകളില്ല എന്നാണ് വിശ്വാസം. അങ്ങനെയാണ് ശരിയാണെന്നാണോ ശരികേടാണെന്നാണോ ടാറ്റ പറഞ്ഞത്? ഇങ്ങനെ നട്ടലില്ലാതെ ന്യായീകരിക്കുന്നത്? അല്ല, നിങ്ങളാണേ നിങ്ങൾ നട്ടലില്ലാതെ വേറെ ആരുടെ ഈ പറയുന്ന രീതിയിലേക്ക് ആളുകൾ ചുമ്മാ ആവശ്യമില്ലാത്ത രീതിയിൽ ഈ പറയുന്ന CPM-ന്റെ അല്ലെങ്കിൽ BJP-യുടെ ഒക്കെ ഔദാര്യം വെച്ചിട്ടുണ്ട്. താങ്കൾക്ക് ചർച്ചയുടെ മര്യാദയില്ലേ? താങ്കൾ പറഞ്ഞപ്പോഴാണ് ഞാൻ ഇടപെട്ടു. താങ്കൾ അവതരിപ്പിച്ച രീതി ശരിയല്ല. താങ്കൾ പറയുന്നത് ശരിയല്ല എന്നല്ലേ പറഞ്ഞത്? താങ്കൾ പറയുന്നത് ശരിയല്ലെന്നല്ലേ പറഞ്ഞത്? താങ്കൾ പറയുന്നത് മുഖ്യമന്ത്രിയെ വെറും പിന്നെ നുണപ്രചരണങ്ങൾ പറഞ്ഞു പിടിപ്പിച്ചുകൊണ്ട് ഏതാണ്ട് വലിയ പോയിന്റുകളാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലാതെ ചുമ്മാതെ വന്നിരുന്നിട്ട് വേറെ ഒരു രീതിയിലേക്ക് കൊണ്ടെത്തിക്കാൻ ശ്രമിക്കും. അത് അംഗീകരിച്ചു പോകാൻ പറ്റുന്നില്ല. ശ്രീജിത്ത് പണിക്കർ അതൊക്കെ കൈവച്ചിരുന്നാൽ മതി. നമ്മൾ അംഗീകരിച്ചു പോകുന്നത് പൊതുജനങ്ങൾ അത് അംഗീകരിക്കത്തില്ല. പൊതുജനങ്ങൾ അംഗീകരിക്കുന്നതാണ് ഇവിടെ 102 സീറ്റുമായിട്ട് മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെയൊന്നും പറഞ്ഞു പോകാൻ പറ്റത്തില്ല. ഇവിടെ ഒരു ഹെലികോപ്റ്റർ പറഞ്ഞു പോകാൻ പറ്റില്ല. നുണ പറഞ്ഞു പോകാഞ്ഞപ്പോഴാണ് ടാറ്റ താങ്കൾ എന്താണ് പറയുന്നത്? പിന്നെ തമിഴ്നാട് മുഖ്യമന്ത്രി എവിടെ വെച്ചാണ് കണ്ടത്? തമിഴ്നാട് മുഖ്യമന്ത്രി ചെന്നൈ വെച്ച് കണ്ടോ? കോയമ്പത്തൂർ വെച്ച് കണ്ടോ? എവിടെ വെച്ച് കണ്ടു എന്നൊക്കെ കോൺഗ്രസ് പ്രതിനിധികൾ ഇവിടെ വന്നിരിക്കുന്ന വ്യക്താക്കളോട് ചോദിക്കുകയാണ്. എവിടെ വെച്ച് കണ്ടു എന്നൊക്കെ പറയാം. തമിഴ്നാട് മുഖ്യമന്ത്രി എവിടെ വെച്ച് കണ്ടോ? ഞങ്ങൾ താങ്കൾ പറഞ്ഞ ബോധ്യപ്പെടുന്നുണ്ടോ? താങ്കൾ പ്രധാനമന്ത്രിയോട് ചോദിക്കുന്നത്. താങ്കൾ പ്രധാനമന്ത്രിയോട് ചോദിക്കും, നരേന്ദ്രമോദിയോട് ചോദിക്കും. തമിഴ്നാട് മുഖ്യമന്ത്രി എവിടെയൊക്കെ വെച്ച് കണ്ടത്? അതേപോലെ
അതാണോ ഞങ്ങൾ ചോദിക്കേണ്ടത്? അങ്ങനെ പറയരുത്. അങ്ങനെ പറഞ്ഞു പോലെ ഒരു ചർച്ച കാത്തിരിക്കുമ്പോൾ അതിൻ്റെതായ ഒരു മാന്യത കാണിക്കണം. താങ്കൾ പറയുന്ന എല്ലാം സത്യമാണ് എന്ന് കാണിക്കുവാൻ വേണ്ടി ചുമ്മാ അവതരണ രീതി കൊണ്ട് വരരുത്. അത് ശരിയല്ല. അതൊന്നും ശരിയല്ല. അത് ശരിയല്ല. അല്ല, ടാറ്റയുടെ കാര്യത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞതല്ല ശരി കേട്ടോ. രജൻ മുഖ്യമന്ത്രി പറഞ്ഞതല്ല ശരി. നമുക്ക് ആ തർക്കത്തിലേക്ക് പോകേണ്ട. ശ്രീ എം കെ ഹരിദാസ്, മുഖ്യമന്ത്രി വി ഡി സതീശൻ തുടർച്ചയായിട്ട് നുണ പറയുന്നയാൾ എന്ന ഇമേജ് വരുന്നത് അത് ഒട്ടും ഭൂഷണമായ കാര്യമല്ലല്ലോ. അപ്പോൾ കുറച്ചുകൂടി ജാഗ്രത ഇക്കാര്യത്തിൽ അദ്ദേഹം കാണിക്കേണ്ടതാണ്. പക്ഷെ അദ്ദേഹം അതിന് തയ്യാറാകുന്നില്ലല്ലോ. ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അദ്ദേഹം ക്ഷുഭിതനാവുകയാണ് ചെയ്യുന്നത്. ശ്രീ എം കെ ഹരിദാസ്, അദ്ദേഹത്തിന് LDF പ്രത്യേകിച്ച് CPM എന്ന് പറയുന്ന പാർട്ടിയും അവരുടെ സൈബർ പടകളും നൽകിയിട്ടുള്ളൊരു പേരുണ്ട്, നുണേശൻ. ആ നുണേശൻ എന്ന പേര് അദ്ദേഹം കേൾപ്പിക്കുന്ന സമയത്ത് അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നു. ആ പ്രതിപക്ഷ നേതാവിൽ നിന്ന് 3,40,00,000 ജനങ്ങളുടെ മുഖ്യമന്ത്രിയായി മാറുമ്പോൾ അദ്ദേഹത്തിന്